നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെയും കർത്തൃദാസന്മാരുടെയും നടുവിൽ വീണ്ടും നമ്മൾ ഒരുമിച്ച് മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ ആ തണലിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ഈ ദിവസങ്ങൾക്കായിട്ട് ദൈവത്തെ നിങ്ങളുടെ കൂടെ ഞാനും സ്തുതിക്കുന്നു. വിശേഷിയാൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിൽ വീണ്ടും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ തന്ന മുഖാന്തരത്തെ ഏറ്റവും വിലയേറിയതായി കരുതിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് പകലത്തെ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആത്മസാന്നിധ്യവും ദൈവകൃപയൊക്കെ അനുഭവിച്ചറിയാൻ കർത്താവ് നമുക്ക് ഇന്ന് അനുഭവത്തോടെ ദൈവമായ കർത്താവ് ഇടയാക്കിയല്ലോ. സഭയുടെ മുൻനിരയിൽ നിൽക്കാൻ ദൈവം കണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, കർത്തൃദാസന്മാർ, ആത്മഭാരമുള്ളവർ, ശുശ്രൂഷ മനോഭാവമുള്ളവർ, അവരെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. വാക്കുകളിൽ പോലും ദൈവിക ശക്തിയോടൊരു ഘനം വ്യാപരിക്കുന്നത് ശരിക്കും സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഒരു വാള് രാഗിയെടുക്കുന്നത് പോലെ അതിനെ അധികമായി രാഗിയെടുത്ത് വരുംകാലത്തേക്ക് ശക്തരായി തീരാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവിന് വേണ്ടി നിൽക്കുന്നതോടൊപ്പം സന്തോഷം മറ്റൊന്നുമില്ലെന്നുള്ള തിരിച്ചറിവിനാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ വിധത്തിലും എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആ മുഖം അധികം നീട്ടാതെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ഞാൻ ദൈവവചനത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. എപ്പോഴും ദൈവവചനത്തെ ഞാൻ അധികം സ്നേഹിക്കുന്നത് കൊണ്ട് വചനത്തെക്കുറിച്ച് വചനം എങ്ങനെ നമ്മൾ സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ് ഉറപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമാണ്. അതിനിടയിലാണ് പരിശുദ്ധാത്മാവ് ദൈവാലോചന നിറച്ച് നമുക്ക് തരാനിടയാകുന്നത്. ഇരിക്കുന്ന ജനത്തെ കണ്ടുകൊണ്ടാണ് എപ്പോഴും ദൈവം ദൂത് തരുന്നത്. ഒരു പ്രഭാഷകൻ്റെ കയ്യിൽ എപ്പോഴും പ്രസംഗം കാണും, പക്ഷേ അത് ദൂതാക്കി മാറ്റുന്നത് ഇരിക്കുന്ന ദൈവമക്കളാണ്. നമ്മുടെ മനോഭാവം അനുസരിച്ചിട്ടാണ് അതിനെ ദൈവമായ കർത്താവ് ഇന്നത്തെ അവസ്ഥയ്ക്ക് തക്കവണ്ണം ദൈവാലോചനയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ആത്മീക ശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും ദൈവമായിട്ടുള്ള ഒരു ആവലും ഒരു മനസ്ഥിതിയും നമുക്കുണ്ടെങ്കിൽ പ്രസംഗങ്ങളെല്ലാം നമുക്ക് ദൂതായി മാറത്തക്ക രീതിയിൽ നമ്മുടെ അനുഭവമായിട്ട് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവമായ കർത്താവ് ഇടപെടാനിടയായി തീരും. അതുകൊണ്ട് അങ്ങനെ ആയി തീരട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് പൗലോസിൻ്റെയൊക്കെ അനുഭവത്തിനകത്ത് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്, ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതൊന്നും നമ്മുടെ കാലഘട്ടത്തിലോ ഇന്നലെ എഴുതിയതല്ല, നൂറ്റാണ്ടുകൾക്കപ്പുറം എഴുതിയതാണ്. ആ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തെ നമ്മുടെ സ്വന്തമാക്കുന്നതാണ് ശരിക്കും വചന ശുശ്രൂഷയിലൂടെ നടക്കുന്നത്. അല്ലെങ്കിൽ ദൈവവചന ധ്യാനത്തിലൂടെ നമുക്ക് ഏതോ കാലഘട്ടത്തിൽ നടന്ന ഒരു ഐതിഹ്യ ചരിത്രം, ഒരു യുദ്ധചരിത്രമോ ഒരു അത്ഭുത ചരിത്രമോ വായിച്ച് അതിനകത്തു നിന്ന് ഒരു കുളിർമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതല്ല വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത. പിന്നെയോ നമ്മളൊക്കെ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് എഴുതിയിരിക്കുന്ന വചനങ്ങളെ നമ്മുടെ സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായി നമ്മുടേതാക്കി മാറ്റുകയാണ്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്നറിയില്ല. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ തെളിച്ചു പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ആ കാര്യത്തെക്കുറിച്ച്. ഓരോരോ വിഷയങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ, ഓരോരോ കാര്യങ്ങളെ നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ, ഈ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ നേരിടുമ്പോൾ, ആ സന്ദർഭത്തിൽ ഈ തിരുവെഴുത്തിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ സ്വന്തമാക്കി മാറ്റുക. സാധാരണ നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ്. അങ്ങനെ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പ വഴി നമ്മൾ ശീലിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ ശീലിച്ചിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് പാസ്റ്റർ ഇങ്ങനെ ഒരു വിഷയത്തിൽ കൂടെ കിടന്നു പോകുക, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ വേണ്ടതെന്ന് പറയുക എന്നുള്ളതാണ് നമ്മുടെ ശീലിച്ചിരിക്കുന്ന രീതി. സ്തോത്രം. അതിനും അപ്പുറം വചനത്തിലൂടെ ഒരു കാഴ്ചപ്പാടുണ്ടെന്നുള്ള കാര്യം ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത സ്ഥാനത്തും തിരുവെഴുത്ത് നമ്മെ സഹായിക്കും. നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾക്ക് വേണ്ടത് ദൈവത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായില്ലെന്നെങ്കിൽ പിടികിട്ടി. അതുകൊണ്ട് ഞാൻ തെളിവ് തരാൻ നിർബന്ധനാകുകയാണ്. സ്തോത്രം. ഇല്ലെങ്കിൽ എനിക്ക് കുറിവാക്യം വായിക്കായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞു വന്ന് ഇച്ചിരി കട്ടിയായി പോയെന്നറിയാം. അപ്പോൾ അത് ഞാൻ കോലെ കുത്തി ചാടുന്നത് പോലെ ഇതിവിടെ ഇട്ടിട്ട് അപ്പുറത്തേക്ക് ചാടുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യമാക്കി തരാൻ ഞാൻ നിർബന്ധിതനാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞത്, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് തക്ക വചനം ദൈവം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് ആ സമയത്തേക്ക് ആ പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ അങ്ങനെ ഒരു വചനം കിട്ടുക എന്ന് പറയുന്നതാണ് ഈ വചനമായിട്ട് നമ്മളുള്ള ബന്ധം. അത് ഞാനൊരു തെളിവ് പറയാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 47-ാം വാക്യമായിരിക്കാം. ഒന്ന് വായിക്കാമോ? 13-ന്റെ 47 ആ വാക്യം ഒന്ന് വായിച്ച്
നമുക്ക് സ്തോത്രം, നമുക്ക് ആ വാക്യത്തിലേക്ക് അതിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. 13:47 എന്താ എഴുതിയിരിക്കുന്നത്? നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിതിൻ്റെ പശ്ചാത്തലം പറയാം. എൻ്റെ പശ്ചാത്തലം അറിയാൻ ഒത്തിരി പാഠം വേണ്ട. 2 വാക്യം മുകളിലേക്ക് വായിച്ചാൽ മതി. 44 വാക്യം. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവൻ ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നത് എതിർ പറഞ്ഞു. 13-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി ശ്രദ്ധേയമായിരിക്കുന്ന അധ്യായമാണ്. ആ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അന്ത്യോക്യയിലെ ഉപവാസ പ്രാർത്ഥനയാണ്. അന്ത്യോക്യയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്താണ് ബർന്നബാസിനെയും പൗലോസിനെയും കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. സ്തോത്രം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അപ്പുറം എന്തോ ചെയ്യാൻ വേണ്ടി ദൈവം അവരെ കണ്ടിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമൊന്നുമല്ല, അവരെല്ലാം പ്രവാചകന്മാരായിരുന്നു അതവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അപ്പുറം സ്വർഗസ്ഥനായ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് ഒരു ഉപവാസത്തിൽ ഇരിക്കുമ്പോഴാണ് തെളിഞ്ഞത്. നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൽ പറയാം, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലും തെളിഞ്ഞു വരുന്നത് നമ്മൾ ചെയ്യുന്നതിനപ്പുറം ദൈവത്തിനെന്തോ പ്ലാൻ ഉണ്ടെന്ന്. ചെയ്തതൊന്നും മോശമല്ല. പൗലോസോ ബർന്നബാസൊക്കെ ചെയ്തതൊക്കെ ഭയങ്കരമായിരിക്കുന്ന കാര്യമാണ്. അന്ത്യോക്യയിൽ യെരുശലേമിന് വെളിയിൽ ചതറിപ്പോയവർ ചെന്നെടുത്ത് വിവിധ ഭാഷക്കാരായിരിക്കുന്ന ആളുകളെ കൂട്ടി വിളിച്ച് അവരെ ഒരു സഭയാക്കി മാറ്റി, ഒരു മാതൃകാ സഭയാക്കി മാറ്റി പ്രവാചക ശുശ്രൂഷയിൽ അവർ ചെയ്തു വരികയാണ്. പക്ഷെ ദൈവാത്മാവ് അതിൽ തൃപ്തരല്ലായിരുന്നു. ആത്മാവ് അവരെ മറ്റെന്തിനോ വേണ്ടി കണ്ടിരിക്കുകയായിരുന്നു. ആ കണ്ടിരിക്കുന്ന കാര്യം അവരിൽ തെളിഞ്ഞു വരാൻ വേണ്ടി ആ ഉപവാസ പ്രാർത്ഥന ഉപകരിച്ചു. ഞാൻ പറയാൻ വേണ്ടി കരുതി വെച്ചതല്ലെങ്കിലും പരിശുദ്ധാത്മ പ്രേരണയിൽ പറയാം, ഓരോ പ്രാർത്ഥനയിലും ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് എങ്ങനാണോ അതുപോലെ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഈ മാസത്തിൽ ഉപവാസ പ്രാർത്ഥനയിലും നിന്നെ ദൈവം എന്തിനാണോ കണ്ടുവെച്ചത്, ആ കണ്ടുവെച്ച ലെവലിലേക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സ്വർഗസ്ഥനായ ദൈവം, സ്തോത്ര ഹല്ലേലൂയ, കാടപ്പക്ഷിയെക്കുറിച്ച് പറയുന്നത് പോലെ ലിവ്യാദാന്റെ തല തകർത്ത് മാംസത്തുണ്ടങ്ങളിൽ സ്തോത്ര തൂവലും പപ്പുമെല്ലാം പിടിപ്പിച്ച് അതിനെ പറന്നു വരുമാറാക്കിയതുപോലെ ഈ പ്രാർത്ഥനയുടെ 16-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളിൽ ചില കാര്യങ്ങളെ രൂപാന്തരപ്പെടുത്തി ചിറക് മുളപ്പിച്ച് പറക്കത്തക്ക രീതിയിൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ആത്മാവിന് പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥന തീരുന്നതിനേക്കാൾ മുമ്പ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരുത്താൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ അത്തരങ്ങൾ തുറന്ന ആത്മാവിൽ പറയണം. ആ കഴിഞ്ഞ കാല സ്ഥിതി അതുപോലെ കൊണ്ടുപോകാനല്ല, മറിച്ച് എന്നെ കുറിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ അൾട്ടിമേറ്റ് ലെവലിലേക്ക് ദൈവം കൊണ്ടുവരാനിടയാകണം. എല്ലാവരും പ്രാർത്ഥിച്ചോളണം. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, കുടുംബത്തിന്റെ കാര്യത്തിലാണെങ്കിലും, നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിലും, ശുശ്രൂഷയുടെ കാര്യത്തിലാണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും സ്വർഗസ്ഥനായ ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. അത് തെളിഞ്ഞു വരുന്ന ഏറ്റവും നല്ല സമയമാണ് ഉപവാസവും പ്രാർത്ഥനയും. തിരക്കുള്ള രാജ്യത്ത് ദൈവത്തിൻ്റെ പാതപിടുത്തൽ ചില ദിവസം മാറ്റിവെക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നതിന് തക്കവണ്ണം ഒരുക്കിക്കൊണ്ടുവരാനിടയാകും. അങ്ങനെ 13-ാം അധ്യായത്തിനകത്ത് അവരെ വേർതിരിച്ചിരിക്കുക. അങ്ങനെ വേർതിരിച്ചവരെ സ്തോത്രം പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ബർന്നബാസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇവിടെ 1-2 സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുന്ന സമയത്താണ് 44-ാമത്തെ വാക്യത്തിൽ പിറ്റേ ശബത്തിൽ യഹൂദൻ്റെ സ്തോത്ര പട്ടണം മുഴുവൻ ദൈവവചനം കേൾപ്പാൻ വേണ്ടി വന്നുകൂടി. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കണ്ടിരിക്കുന്ന വേലയ്ക്കെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. യഹൂദന്മാരുടെ സിനഗോഗുകളിൽ മാത്രം ഒരു സോക്കോൾഡ് സെറ്റപ്പിലിരുന്ന്, ഒരു സുരക്ഷാ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് പൗലോസ് ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനാണ്. അങ്ങനെ ന്യായപ്രമാണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആളുകളുടെ ഇടയിൽ വചനം പറഞ്ഞങ്ങ് സുരക്ഷിതത്വത്തിൽ പോകുന്നതിനപ്പുറം ജാതികളുടെ അപ്പോസ്തലനായിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അതാണ് ആ കണ്ടിരിക്കുന്ന വേലയ്ക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. നിന്നെ വിളിച്ചിരിക്കുന്നത് ജാതികളുടെ ഇടയിൽ, സ്തോത്രം, അന്യജാതിക്കാരുടെ ഇടയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. അതിനുവേണ്ടി അവിടെ നിന്ന് പതുക്കെ വലിച്ച് പുറത്തേക്ക് ഇറക്കുക. പുറത്തേക്ക് ഇറക്കിയിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അവർ യഹൂദന്മാരുടെ ഇടയെ ചുറ്റിപ്പറ്റി നിൽക്കുക. അതുകൊണ്ടാണല്ലോ പിറ്റേ ശബത്തിൽ സ്തോത്രം ഏകദേശം പട്ടണം മുഴുവൻ ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാർ പുരുഷാരത്തെ കണ്ട്
അസൂയ പൂണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. മുകളിലേക്കൊക്കെ വായിക്കുമ്പോൾ അവരെവിടെയാണെന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്തോത്രം യഹൂദൻ്റെ പള്ളിക്കകത്ത് പൗലോസിൻ്റെ പ്രവർത്തന രീതി അങ്ങനെയായിരുന്നു. ഓരോ ശൈലികൾ സ്തോത്രം പ്രഭാഷകർക്കും പ്രസംഗികർക്കും ഉണ്ട്. പൗലോസിൻ്റെ രീതി എന്ന് പറയുന്നത്, പൗലോസ് ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ ഒരു സിനഗോഗിൽ തപ്പിപ്പിടിക്കുക. എവിടെയെങ്കിലും യഹൂദൻ്റെ പള്ളിയുണ്ടോ സിനഗോഗുണ്ടോ തപ്പിപ്പിടിക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പുറകിൽ വന്ന് സ്തോത്രം ഇരിക്കും. പുറകിൽ വന്നിരിക്കുന്ന സമയത്ത് സിനഗോഗിനകത്ത് ഏകദേശം ഇത്ര ആളുകളൊക്കെ കാണത്തുള്ളൂ. സ്ത്രീകൾ സാധാരണ യഹൂദൻ്റെ സിനഗോഗിൽ അങ്ങനെ എത്തിപ്പറ്റാറില്ല. അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരുമാണ് കൂടുതലും. അവരുടെ രീതിയും ശൈലിയൊക്കെ അങ്ങനെയാണ്. സ്തോത്രം, പുരുഷന്മാരാണ് കൂടുതലും അവരുടെ പള്ളികളിലേക്ക് അല്ലെങ്കിൽ സിനഗോഗുകളിലേക്ക് എത്തിച്ചേരാറുള്ളത്. പൊതുവിൽ വരാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല, പൊതുവിൽ അങ്ങനെയാണ്. അപ്പോൾ പതിവായിരിക്കുന്ന ആൾക്കാർ മാത്രമേ സിനഗോഗിൽ കാണുകയുള്ളൂ. പുറത്തുനിന്ന് ആരും അങ്ങനെ ജാതികളാരും വന്നൊന്നും പങ്കെടുക്കാറില്ല. യെരൂശലേം ദേവാലയത്തിൽ ഒരുപക്ഷെ ജാതികൾ വരാറുണ്ടായിരിക്കാം. അവർക്ക് ജാതികളുടെ പ്രാകാരം എന്ന് പറയുന്നൊരു പ്രാകാരം തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ സിനഗോഗുകൾക്കകത്ത് സാധാരണക്കാരായി സ്ഥിരം വരുന്നവർ മാത്രമേ ഉള്ളൂ. സ്തോത്രം, അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ്. അപ്പം അദ്ദേഹം യഹൂദനൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവനായിരിക്കയാൽ ഈ രാജ്യത്ത് വരികയാണെങ്കിൽ സ്തോത്രം ആരും ക്ഷണിച്ചില്ലെങ്കിലും ഒരു സിനഗോഗിൻ്റെ പുറകിൽ വന്നിരിക്കും. പുറകിൽ വന്നിരിക്കുമ്പോൾ പൊതുവിൽ വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ജ്ഞാനം, ഞാൻ പൗലോസിൻ്റെ സഹയാത്രികനല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ല, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ബൈബിളിൽ നിന്നാണ്. ബൈബിളിൽ മനസ്സിലാക്കുന്നത് പുറകിൽ വന്നിരിക്കുന്ന കാണുമ്പോൾ തന്നെ സിനഗോഗിൻ്റെ നടത്തിപ്പുകാർക്ക് അദ്ദേഹത്തിൻ്റെ കെട്ടിലും മട്ടിലും ഒരു റബ്ബിയാണെന്ന് മനസ്സിലാവും. അതിന് നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർത്തോളണം, ഒരു ദൈവ പൈതലിനെ അല്ലെങ്കിൽ ഒരു മാന്യനെ, ഒരു ദൈവഭക്തനെ സ്തോത്രം ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും കാണുമ്പോൾ തന്നെ ആ രൂപം അദ്ദേഹത്തിൻ്റെ ശൈലിയിലുണ്ടാവും. അങ്ങനെ പൗലോസ് അവിടെ ഇരിക്കുന്ന സമയത്തായിരിക്കും നടത്തിപ്പുകാരായിരിക്കുന്ന ആളുകൾ ചെന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും, അത് ആഹാരാന്ന് പരിചയപ്പെടുത്തിക്കും. അങ്ങനെ സിനഗോഗിൽ അല്പസമയം റബ്ബി എന്ന നിലയ്ക്ക് കൊടുക്കുന്നത് പൗലോസിന്. ആൾമാറാട്ടം നടത്തിയല്ല, പൗലോസിൻ്റെ ശൈലി അങ്ങനെയാണ്. അങ്ങനെ അവിടെ പ്രസംഗിക്കും. ഒരു പ്രസംഗം കഴിയുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പ്രസംഗിക്കാൻ അവസരം കൊടുക്കും. അങ്ങനെ 1-2 പ്രസംഗം കഴിയുമ്പോൾ ആ പള്ളിയിലുള്ള ആളുകളിൽ പലരും വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിയാനിടയാകും. അതാണ് അദ്ദേഹത്തിൻ്റെ പൊതുവായ രീതി. 2-3 ആഴ്ച കൊണ്ട് അദ്ദേഹം സഭ സ്ഥാപിച്ചിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കണ്ട് കൊതിച്ചിട്ടുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം, 3 കൊല്ലമൊക്കെ പ്രവർത്തിച്ചിട്ടും ഒരാത്മാക്കളെ പോലും നേടാൻ പറ്റാത്ത സ്ഥാനത്ത് 3 ആഴ്ച കൊണ്ട് യഹൂദൻ്റെ പാളയത്തിനകത്തൊരു സഭ സ്ഥാപിക്കാൻ കഴിയുന്ന കരുത്തനെന്ന് പറയുന്നത് എക്കാലത്തുമുള്ള സുവിശേഷകർക്കൊരു മാതൃകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായമൊക്കെ വായിച്ചാൽ മതി. വായിക്കണ്ടല്ലേ, ഇപ്പോൾ വായിക്കാൻ നോക്കിയാൽ നമുക്ക് ഇവിടെയും തീരെയല്ല. അതുകൊണ്ടാണ് നില പറഞ്ഞതൊരു ചെറിയ കടലാസും പേനെ കൊണ്ടുവരണം, ഹോംവർക്ക് ചെയ്യാനുള്ളതെല്ലാം എഴുതി വയ്ക്കണം. സ്തോത്രം, എപ്പോഴെങ്കിലും ഇത് വായിക്കണം. നമ്മൾ ആ ബേബി സിറ്റിംഗ് ടൈപ്പ് ഒരു വായനയുണ്ട്. 1 കൊല്ലം കൊണ്ട് ബൈബിള് വായിച്ച് തീരുന്നൊരു രീതി, അത് ഒരു 3-4 കൊല്ലം കഴിഞ്ഞവർ അത് ഫോളോ ചെയ്യരുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എല്ലാ കൊല്ലവും ഇങ്ങനെ ഈ ടൈം ടേബിൾ വെച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ഗുളിക കഴിക്കുന്ന പോലെ വായിച്ച് തീർത്തുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ നമ്മൾ വിഷയാടിസ്ഥാനത്തിൽ വായിക്കാൻ മനസ്സിലാക്കണം. സ്തോത്രം, 1 മാസം എബ്രായ ലേഖനം മാത്രം വായിക്കുക, അതിനകത്തുള്ള ഡീപ്പായ കാര്യങ്ങൾ തിരിച്ചറിയുക, അതിനെ ഗ്രഹിക്കുക, അതിന് നോട്ടുകൾ തയ്യാറാക്കുക എന്നതുപോലെ. ഇങ്ങനെയൊക്കെ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനിടയായി തീരും. 17-ാം അധ്യായം വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. അതെവിടെയെങ്കിലും നിങ്ങൾ കുറിച്ച് വയ്ക്കുക. സ്തോത്രം, തെസ്സലോനിക്കൽ ചെല്ലുമ്പോൾ അവിടെ സഭ സ്ഥാപിക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് നിങ്ങൾ വീടുകളിൽ വെച്ച് മനസ്സിലാക്കാനിടയായി തീരുക. അങ്ങനെ ആ ഒരു ശൈലി തുടർന്നു പോകുന്ന പൗലോസ് ഈ ദൈവം അതിനു വേണ്ടി വേർതിരിച്ചിട്ട് വീണ്ടും യഹൂദനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ വെച്ച് സ്തോത്രം ഭയങ്കരമായിരിക്കുന്ന എതിർപ്പ് നേരിട്ടിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിനെ എതിർത്തു. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല. പ്രസംഗിക്കാൻ സമ്മതിക്കാതിരുന്ന സമയത്താണ് നമ്മൾ വായിച്ച 47-ാമത്തെ വാക്യം, അതൊരു ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ഇട്ടിരിക്കുന്നത്. അതിനർത്ഥം മറ്റെവിടെ നിന്നോ അടർത്തിക്കൊണ്ട് വരുന്നതാണത്. വായിക്കുകയാണ്. ആദ്യത്തെ വാക്യം 19-21 അപ്പോസ്തല പ്രവൃത്തി. അടുത്തത് അവിടെ ചെന്ന 4 പ്രധാനപ്പെട്ട വാക്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് ആത്മീകരോടുള്ള ബന്ധത്തിൽ, ഒരു ഉപവാസ പ്രാർത്ഥനയായിരിക്കയാൽ സ്തോത്രം, ആത്മീകരോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്ന് പറയുന്ന 4 വാക്യങ്ങൾ ബൈബിൾ കാണാൻ പറ്റും. അത് 4 വാക്യങ്ങൾ 4 ഒരു മനുഷ്യ ജീവിതത്തിൽ, ആത്മീകൻ്റെ ജീവിതത്തിലെ 4 മേഖലകളെ കുറിക്കുന്നതായിരിക്കും. അതൊന്ന്
പഠന സൗകര്യാർത്ഥം വായിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിനകത്തേക്ക് കടക്കാം. 4 സ്ഥലങ്ങളിൽ എത്തിപ്പറ്റിയതിനെക്കുറിച്ച് ഒന്ന് നമുക്ക് വായിക്കാം. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം വായിച്ചാട്ടെ. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം. എസ്ര 8:32 വായിച്ചേ. എസ്ര 8:32 മതി. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ പൗലോസ് അങ്ങനെ ഞങ്ങൾ റോമിലെത്തി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എസ്ര ഒരു പ്രത്യേക സന്ദർഭത്തിൽ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ ഞങ്ങൾ യെരുശലേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ന് സുവിശേഷ ഭാഗത്തു നിന്ന് 2 വാക്യങ്ങൾ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം. 10:46 മർക്കോസ് 10:46 മതി. സ്തോത്രം. അടുത്തൊരു വാചകമാണ്, അവർ യെരിഹോവിലെത്തി. ഓരോണ്ട് വായിച്ചോ. മത്തായിയുടെ സുവിശേഷം 14:34. മത്തായി 14:34 വായിച്ചാട്ടെ. മത്തായി 14:34 അവരക്കരെ എത്തി. മതി. സ്തോത്രം. 4 സ്ഥലങ്ങളിൽ എത്തിപ്പറ്റിയതിനെ പറ്റി വേദപുസ്തകത്തിനകത്ത് വ്യത്യസ്തമായിട്ട് എഴുതിയിരിക്കുക. ഒരു പ്രസംഗം ഇല്ലാത്തതിൻ്റെ പേരിൽ 4 ഒത്തുവാക്യം എടുത്തൊരു പ്രസംഗത്തിന് ഞാൻ തുനിയല്ല, മറിച്ച് ഇതിനകത്തെല്ലാം ദൈവമായ കർത്താവ് എന്തോ കരുതി വെച്ചിട്ടുണ്ടല്ലോ, ബോധ്യം എൻ്റെ അകത്ത് ഭരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വാക്യങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നത്. ഇത് 4 ഈ 4 കാര്യങ്ങളും ഒരു ആത്മീക മനുഷ്യനെ സംബന്ധിച്ച് 4 വ്യത്യസ്ത മേഖലകളാണ്. റോമയിലെത്തുക എന്ന് പറയുന്നത് സ്തോത്രം ഒരു പ്രതാപമുള്ള പട്ടണമാണത്. അത് മനുഷ്യൻ്റെ ഭൗതികമായിരിക്കുന്ന കാര്യത്തെ കുറിക്കുന്നതാണ്. സ്തോത്രം. നമുക്ക് ആത്മീകം മാത്രമല്ല ഉള്ളത്, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടാതിരിക്കത്തില്ല, അത് അനുവദിക്കുന്ന ദൈവമാണ്. ആത്മീക വിഷയത്തിന് വേണ്ടി മാത്രം വന്നൊരു ദൈവമായിരുന്നു യേശുവെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കില്ലായിരുന്നു. കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കത്തില്ലായിരുന്നു. സ്തോത്രം. മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കേടുപാടുകൾ പോക്കിയില്ലായിരുന്നു. യേശു വന്നിട്ട് പറഞ്ഞാൽ ഈ വക കേസുകളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യുന്നതല്ല, ഇതൊക്കെ സ്തോത്രം പൊതുസമൂഹത്തോട് പറ, ഞാൻ ദൈവമാണ്, സ്വർഗത്തിൽ പോകുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞേനെ. പക്ഷേ ആളുകൾ വിശന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ സ്വർഗസ്ഥനായ ദൈവം ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് കൊടുത്ത അപ്പത്തെ 5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തത് അവർ വഴിയിൽ വെച്ച് ക്ഷീണിച്ചു പോകാതിരിക്കാനാണ്. അപ്പം നമ്മുടെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ആ ദൈവത്തിന് നമ്മുടെ ഭൗതിക വിഷയത്തെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ളവനാണ്. നിനക്ക് വിശന്നാൽ ദൈവത്തിനറിയാം, നീ തളർന്നാൽ ദൈവത്തിനറിയാം, നീ നാണക്കേടുള്ള വിഷയത്തിൽ അകപ്പെട്ടാൽ ദൈവത്തിനറിയാം, നിന്റെ വഴി തടഞ്ഞാൽ ദൈവത്തിനറിയാം. പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നുണ്ട്, അവൻ തള്ളയാടുകളെ പതുക്കെ നടത്തുന്നു, കുഞ്ഞാടുകളെ മാറിലെടുക്കുന്നു. അതിനർത്ഥം എന്താ? പതുക്കെ നടത്തേണ്ടവരാണെങ്കിൽ എൻ്റെ കർത്താവ് അവരെ പതുക്കെ നടത്തും. ചിലപ്പോൾ വേളകളിൽ നിന്നെ എടുക്കേണ്ട വന്നാൽ ഈ കർത്താവ് മാറിലെടുക്കും. കാരണം സ്വർഗസ്ഥനായ ദൈവത്തിന് വിചാരങ്ങൾ അറിയുന്നവനാണ്, മനസ്സറിയുന്നവനാണ്, നൊമ്പരമറിയുന്നവനാണ്. ഇങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ അപ്പനായി ലഭിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തേക്കണം. കാരണം എന്നെ അറിയുന്ന ദൈവം എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് കരഞ്ഞു, ഞാൻ എന്തുകൊണ്ട് ദൈവമേ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയി എന്ന് ആരുടെ സാക്ഷിയില്ലാതെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയ ശിക്ഷഗണത്തിൽ 3 പേര് ഗദസമന തോട്ടത്തിൽ കർത്താവിൻ്റെ ഏറ്റവും സീരിയസ് ആയ സമയത്ത്, ആ സമയത്ത് തെറ്റായിരുന്നു അവർ ചെയ്തത്. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങാൻ പാടില്ലായിരുന്നു. പക്ഷേ അവിടെ മരത്തെ ചാരി ഇരുന്ന് ഉറങ്ങുന്ന കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് സ്തോത്ര. ഹല്ലേലൂയ. അവരെ അവിടെ കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ അവരെ തള്ളിക്കളയുകയല്ല. ഒരു വാക്ക് യേശു അവിടെ പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ജഡം ബലഹീനമാണ്. അപ്പോൾ കൂടെ നിൽക്കുന്നവൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം അറിയുന്ന, ഒരു പക്ഷെ നിങ്ങളുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന് അറിയേണ്ട കാര്യമില്ല. നിനക്ക് പനിയാണോ, നിന്റെ കൊച്ചിന് തലവേദനയാണോ, നിന്റെ പ്രിയപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടാണോ, നിന്നെ ആരോ ഉപദ്രവിച്ചവന് ഇതൊന്നും അറിയണ്ട. അവിടെ പറയപ്പെട്ട സമയത്ത് ഇരിക്കാൻ പോലും സമ്മതിക്കാതെ അവരുടെ ടാർഗറ്റ് പൂർത്തീകരിച്ചു കൊടുക്കാൻ അവരെ നോക്കത്തുള്ളൂ. പക്ഷെ നമ്മെ വിളിച്ചൊരു ദൈവമുണ്ട്. ഒരു നേരം പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയതിൻ്റെ ബലഹീനത പോലും അറിഞ്ഞ് അതിനെ ഹല്ലേലൂയ അതുപോലെ പോസിറ്റീവായി കാണാൻ കഴിയുന്നവനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഉദാസീനർക്ക് ഒത്താശ പറയാൻ വേണ്ടി വന്നവനല്ല ഞാൻ. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് പറ്റാതെ പോയാൽ നമ്മുടെ കൂടെ താമസിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടില്ല, അസഹിഷ്ണുരാകും. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം നിന്റെ പ്രായവും ക്ഷീണവും ജോലിയും വേദനയും എല്ലാം അറിയുന്നവനാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ദൈവമാണ് ഞാൻ പറയുന്നത്. ഭൗതിക കാര്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്.
സ്തോത്രം, ഹല്ലേലൂയ. റോമ എന്ന് പറയുന്നത് പൗലോസിൻ്റെ മനസ്സിൻ്റെ സ്വപ്നമായിരുന്നു. അവിടെ എത്തിച്ചേരാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. സ്തോത്രം, ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടു. അതൊരു പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭൗതിക ജീവിതത്തെ നേടിപ്പിടിക്കാൻ നേരിടുന്ന തടസ്സങ്ങൾ എത്ര തരം തടസ്സമാണെന്നറിയാമോ? ഈ 19-ാം അധ്യായത്തിൻ്റെ സ്തോത്രം നമ്മൾ വായിച്ച 21-ാം വാക്യമാണ്. 21-ാം വാക്യത്തിനപ്പുറം 23-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലാണ് കർത്താവ് അതൊരു ഉറപ്പായി കൊടുത്തത്. അവിടെ മുതൽ പൗലോസ് റോമയിൽ എത്തുന്നത് വരെയും 9 വിധ ഭയങ്കര തടസ്സങ്ങളെ തരണം ചെയ്തു. എന്നിട്ടാണ് അവിടെ എത്താൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ ഓർത്തോളണം, ദൈവമായ കർത്താവ് നിനക്കൊരു ഭാവി ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ടോ പ്രവചിച്ച പ്രവാചകൻ്റെ പേര് ബൈബിളിൻ്റെ പുറന്താളിൽ എഴുതി വെച്ചതുകൊണ്ടോ റോമയിലെത്തിയല്ല. പിന്നെ എന്ത് വേണമെന്നറിയാമോ? ഈ വിഷയങ്ങളെ തരണം ചെയ്യാൻ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കണം. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അവിടെ എത്തിക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കര അടവ് നയങ്ങളുമായി പിശാചിറങ്ങും. അത് കൊടുങ്കാറ്റിൽ വെളിപ്പെടും, ചിലപ്പോൾ ചെന്നെത്തുന്ന സ്ഥലത്ത് വെളിപ്പെടും, ചിലപ്പോൾ സഹായിച്ചവനെ ശത്രുവാക്കി മാറ്റും, ചിലപ്പോൾ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കും. ഇതൊക്കെ സംഭവിച്ചാലും ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം, പ്രാർത്ഥിക്കുന്ന സഭ തളരാതിരുന്നാൽ എത്തേണ്ടിടത്ത് എത്തിക്കാൻ സ്വർഗം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമതൊരു വാക്യം നമ്മൾ പറഞ്ഞത് സ്തോത്രം, ഹല്ലേലൂയ, യെരൂശലേമിലെത്തി എന്നാ. യെരൂശലേമിലെത്തുക എന്ന് പറയുന്നത് ആത്മീക ശുശ്രൂഷയുടെ കേന്ദ്രമാണ് യെരൂശലേം. സ്തോത്രം, ഹല്ലേലൂയ. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് അവൻ്റെ ശുശ്രൂഷയുടെ കേന്ദ്രം. സ്തോത്രം, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എസ്ര ബാബിലോണിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. ബാബിലോണിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന സമയം സ്തോത്രം, അവിടെ ദൈവമായ കർത്താവിൻ്റെ കൃപയാൽ യെരൂശലേമിലെ ദൈവാലയത്തിലെ പാത്രങ്ങളും അവിടുന്ന് ബാബിലോൺ രാജാക്കന്മാർ കൊണ്ടുപോയ സ്തോത്രം പൊന്നിൻ്റെ സ്വർണത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം എസ്രയുടെ കയ്യിൽ കൊടുത്തയച്ചു. 3 ടീമായിട്ടാണ് ബാബിലോണിൽ നിന്ന് ആളുകൾ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോരുന്നത്. യെരൂശലേമിലേക്ക് മടങ്ങിപ്പോരുന്ന സംഘത്തിൽ ഒന്നാമത്തത് സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ മടങ്ങിപ്പോന്നു. അവരിവിടെ വന്ന് ദൈവാലയത്തിന് അടിസ്ഥാനമിട്ടു, ആലയമൊക്കെ പണിതു. രണ്ടാമത്തെ സംഘമാണ് എസ്രയുടെ നേതൃത്വത്തിൽ പോരുന്നത്. ആലയം പണി ഏറെക്കുറെ തീർന്നപ്പോൾ ആലയ ഉപകരണങ്ങളെയെല്ലാം സ്വർഗസ്ഥനായ ദൈവം പിടിച്ചും മേടിച്ചു. സ്തോത്രം. അയ്യോ, ഞാനൊരു വെളിപ്പാട് പറയാം. ഓരോ ഘട്ടമായിട്ടാണ് ദൈവം കാര്യങ്ങൾ നടത്തുന്നത്. ദൈവത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. ആദ്യം പോയവരെ ദൈവമായ കർത്താവ് സെരുബ്ബാബേലിനെയും സംഘത്തെയും സ്വർഗസ്ഥനായ ദൈവം യെരൂശലേമിൽ ചെന്നിട്ട് തകർന്നുപോയ ആലയത്തിൻ്റെ അടിത്തറയിട്ടു. കുറേ കാലം സ്തോത്രം, ഹല്ലേലൂയ, 16 കൊല്ലം ഏകദേശം ഞാനത് എൻ്റെ മനസ്സിൽ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി എപ്പോഴും എനിക്ക് സംഭവിക്കുന്നതാണ്, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന വായനയെന്നും പഠനത്തിൽ നിന്നുള്ള ശീലമനുസരിച്ച് ഞാൻ ആ ഭാഗത്തൊരു ദൂതിലേക്ക് കർത്താവ് നയിക്കുന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുക. ഏകദേശം 10-16 വർഷങ്ങൾ സ്തോത്രം, ഹല്ലേലൂയ, 10-16 വർഷങ്ങളോളം ദൈവമായ കർത്താവിൻ്റെ സന്നിധാനത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഇത് പണിയപ്പെടാതെ കടന്നു. ആലയത്തിന് അടിസ്ഥാനമിട്ടതിന് ശേഷം 16 വർഷങ്ങളോളം എതിർപ്പുകളുണ്ടായി, പക്ഷെ പണിയപ്പെടാതെ കിടന്നു. അങ്ങനെ പണിയപ്പെടാതെ കിടക്കുമ്പോൾ ആലയം പണിയുക. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ എടുത്തു വായിക്കാം. ഹഗായി പ്രവചനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ കാലമായോ എന്ന് ചോദിച്ചുകൊണ്ട് പറയുകയാണ്. സ്തോത്രം. 8-ാമത്തെ വാക്യത്തിനകത്ത് നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ എന്ന് പറയുന്നു. സ്തോത്രം. അങ്ങനെ ഈ പുസ്തകത്തിനകത്ത് ദൈവാലയത്തിൻ്റെ പണിയെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഒത്തിരി വാക്യങ്ങൾ, ഹഗായി, സഖരിയാവ്, മലാക്കി, 3 പ്രവാചകന്മാരുടെ കാലഘട്ടം. അപ്പോൾ അവർ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ആലയം പണിയെക്കുറിച്ച് തടസ്സം പറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് അവർ പ്രവചിച്ചപ്പോൾ, ഞാൻ ആ വാക്കുകളെല്ലാം ശ്രോത്ര ഇവിടെയൊക്കെ അടിവരയിട്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ദൈവം ഇത് കൊണ്ടു തന്നതുകൊണ്ട് എനിക്ക് അത്രയും ആ കാര്യങ്ങളെ ഗംഭീരമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അതിന് തയ്യാറായിട്ടല്ല വന്നിരിക്കുന്നത്. ശ്രോത്രം. അങ്ങനെ ദൈവമായ കർത്താവ് ഈ ആലയത്തെക്കുറിച്ചുള്ള എരിവും കാര്യങ്ങളും പറഞ്ഞ് അവരെ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഉണർന്നു. അവരുടെ മനസ്സുണർത്തി കഴിയുമ്പോഴാണ് സ്തോത്രം, ഹല്ലേലൂയ, ദൈവമായ കർത്താവ് അവരെ കൊണ്ട് ആലയം പണിയിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആലയം പണി മുമ്പോട്ട് നീങ്ങി
ആലയത്തിൻ്റെ പണി ആദ്യം പോയ സംഘം, മരവിച്ചിരുന്ന സംഘം, സ്തോത്രം, പിന്നെ ആകട്ടെ ആലയം പണിയാൻ സമയമായില്ല എന്ന് പറയുന്ന ആളുകളുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞിരുന്നപ്പോൾ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് എതിരുകളെ തരണം ചെയ്തുകൊണ്ട് ആലയത്തിൻ്റെ പണി നടത്തി. ആലയത്തിൻ്റെ പണി നടന്നു കഴിഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ ദൈവം ആലയ ഉപകരണങ്ങളെല്ലാം മറച്ചു വെച്ചിരുന്നു, മറ്റൊരുത്തൻ്റെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു. ഇവിടെ പണി കഴിഞ്ഞപ്പോൾ അടുത്ത സംഘത്തെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാൻ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാം, സ്വർഗം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനകത്ത് ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ ആ കാര്യങ്ങൾ നിറവേറി കഴിയുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം കരുതി വെച്ചിരിക്കുന്ന പൊൻപാത്രങ്ങളുണ്ട്. അത് ആലയത്തിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പടി പൂർത്തീകരിക്കണം. അത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്താണെങ്കിലും ദൈവമായ കർത്താവ്, നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ മന്ദിരത്തെ ദൈവസന്നിധാനത്തിൽ നമ്മൾ ഒരുക്കി വിശുദ്ധിയോടെ, കൃപയോടെ, ഇതിനകത്ത് ചേരാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള ആ യോഗ്യതയ്ക്ക് വിധേയപ്പെട്ട് കഴിയുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമായി കഴിയുമ്പോൾ, ഇതിനകത്തേക്ക് വേണ്ടതെല്ലാം സ്വർഗസ്ഥനായ ദൈവം ആരും പറയാതെ ചിലരുടെ കയ്യിൽ കൊടുത്തയക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ, ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഈ ഭാഗം എൻ്റെ മനസ്സിനകത്തുള്ളതല്ലായിരുന്നു, പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ഇതിനകത്ത് ചില കാര്യങ്ങൾ പണിയാൻ തുടങ്ങിയാൽ ഇതിന്റെ പുറകെ ദൈവം എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നെന്ന് പറയാനൊക്കില്ല. മൂല്യമുള്ള വിലയേറിയ പൊൻപാത്രങ്ങളെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവര് നിന്റെ അടുക്ക വരണമെന്നുണ്ടെങ്കിൽ ആലയത്തിലെ പാത്രങ്ങൾ ആത്മാക്കൾക്ക് നല്ലതാണ്. ഹല്ലേലൂയ. ആണോ പാസ്റ്റർ ഞാൻ പറയുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. ദുർവ്യാഖ്യാനമാണെങ്കിൽ തിരുത്തിയേക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറയുന്നു പാത്രം. എത്ര വാക്യം വേണം? പൗലോസിനെ ദൈവമായ കർത്താവ് വിളിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലാണ്. അനന്യാസിനോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നാമം വെളിപ്പെടുത്താൻ, രാജാക്കന്മാരുടെയും ജാതികളുടെയും ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടുത്താൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണവൻ. സ്തോത്രം, ഹല്ലേലൂയ. പാത്രമാണവൻ. ഈ പൗലോസ്, സ്തോത്രം, തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, സ്തോത്രം, സഹോദരിമാരോട് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, താങ്കളുടെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ആ വിഷയം ചില നന്നായിട്ട് അവതരിപ്പിക്കണം. കാരണം എന്താണെന്ന് അറിയാച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ ആരും അവിശ്വസ്തത കാണിക്കരുത് എന്നൊക്കെ പറയുന്നൊരു ഗംഭീരമായ ഭാഗമാണ് എഴുതിയിരിക്കുന്നത് പ്രായോഗിക കുടുംബജീവിതത്തെക്കുറിച്ച്. എന്നിട്ട് സഹോദരിമാരോടാണ് പറഞ്ഞിരിക്കുന്നത്, അവനവൻ്റെ പാത്രത്തെ നേടണം എന്ന് പറഞ്ഞാൽ ആരാണ്? എന്നെ കൊണ്ട് എല്ലാ വാക്യം നിങ്ങൾ വായിപ്പിക്കുന്ന ലക്ഷണമാണ്. സ്തോത്രം, മനസ്സിലായോ? നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണോ അദ്ദേഹമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പാത്രം. സ്തോത്രം. ആ പാത്രത്തെ മറ്റൊരുത്തൻ കൊണ്ടുപോകാതെ അതിനെ നേടേണ്ട ചുമതല നിനക്കാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. താൻ്റെ പാത്രത്തെ നേടട്ടെ. സ്തോത്രം. അതിപ്പോൾ ഇവിടെ പറയാൻ നോക്കിയാൽ നമുക്ക് ഒത്തിരി സമയമെടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ മറ്റൊരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഉടമസ്ഥൻ ഉപയോഗം, തന്നെത്താൻ വെടിപ്പാക്കി ഉടമസ്ഥൻ ഉപയോഗമുള്ള മാനപാത്രമായിരിക്കട്ടെ. അപ്പോൾ പാത്രം എന്നതിനകത്ത് തർക്കിക്കണ്ട. ഏകദേശം 6-8 വാക്യങ്ങൾ തിരുവെഴുത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യേകിച്ച് 4 തരത്തിലോടത്തുള്ള പാത്രങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്. സ്തോത്രം. 1 പൊൻപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, 2 മരപ്പാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, 3 മൺപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, 4 കൽപ്പാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് 4 ബൈബിളിലുള്ളതാണ്. ഇത് 4 വ്യത്യസ്ത രീതിയിൽ ആത്മാക്കൾക്ക് നിഴലാണ്. കൽപ്പാത്രത്തിനകത്ത് എന്തിട്ട് വെക്കുന്നു, മരപ്പാത്രത്തിൽ എന്തിട്ട് വെക്കുന്നു എന്നുള്ളതെല്ലാം തിരുവെഴുത്തിലുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റിയില്ല. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ഏതെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എഴുതി വയ്ക്കാൻ വേണ്ടി, സ്തോത്രം, അത്ര ആർത്തിയുള്ളവർക്കാണെങ്കിൽ സമയം തരുന്നു. ഇതൊക്കെ നല്ല നല്ല ചിന്തകൾക്ക് മുഖാന്തരമുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് പാത്രമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ വിലയേറിയ പാത്രങ്ങൾ മറച്ചു വെച്ചിരുന്നത് ആരോ, ബാബിലോണിലെ സാമ്രാജ്യാധിപന്മാർ പിടിച്ചു വെച്ചിരുന്നത് സ്വർഗസ്ഥനായ ദൈവം തിരിച്ചു വാങ്ങിച്ചു. ഞാൻ സ്ലൗല ചർച്ചിനോട് പ്രവാചകനെ പോലെ പറയാം, ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചത്
അത് ചെയ്ത് കഴിയുമ്പോൾ ഇതുവരെ വന്നതിനേക്കാൾ വിലയേറിയ പൊൻപാത്രങ്ങളെ ആലയത്തിനകത്തെത്തിക്കാൻ സ്വർഗം ബാബിലോൺ സാമ്രാജ്യാധിപന്മാർ ഇന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന ചില ഉന്നതന്മാരെ സ്വർഗസ്ഥനായ ദൈവം പിടിപിടിപ്പിച്ച് ദൈവമായ കർത്താവ് സ്വത്ര സഭയ്ക്ക് തരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ദൈവമായ കർത്താവ് നിർവഹിക്കും. പക്ഷെ നിർവഹിക്കണമെങ്കിൽ അതിന്റെ കാലദൈർഘ്യം നിശ്ചയിക്കുന്നത് ദൈവമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അലസരാകാതെ മടിയരാകാതെ നമ്മളതിനു വേണ്ടി ചെയ്തു കഴിയുമ്പോൾ ആരോ ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന പൊൻപാത്രങ്ങളെ, എവിടെയോ വെച്ച് അടച്ചിരിക്കുന്ന പൊൻപാത്രങ്ങളെ സ്വർഗസ്ഥനായ ദൈവം പുറത്തെടുക്കും. സ്തോത്ര ഹല്ലേലൂയ. അതിന് ദൈവം വിശ്വസ്തനാണ്. അത് സഭയോട് പറയുന്ന ഒരു ദൂതായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റും? ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം വന്നവരെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവർ ഇനിയും വരാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാം, ഒരു തെളിവോടെ പറയാം, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ, സ്തോത്രം ഹല്ലേലൂയ, മറിയ പ്രസവിച്ച് കീറ്റുശീലയിൽ പുൽത്തൊട്ടിയിൽ പശുത്തൊട്ടിയിൽ കിടക്കുന്ന സമയത്ത് അന്ന് യേശുവിനെ കാണാൻ വേണ്ടി വന്നത് ഇടയന്മാരാണ്. സ്തോത്രം. ഒന്നും കയ്യിലില്ല, ഒന്നുമില്ലാത്തവരായ സാധുക്കളായ ഇടയന്മാരാണ് യേശുവിനെ കാണാൻ വന്നത്. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം യേശുവിനെ കാണാൻ വേണ്ടി വിദ്വാൻമാരെ ദൈവം പറഞ്ഞയച്ചു. അവർ വെറും കൈയോടല്ല വന്നത്, നിക്ഷേപ പാത്രങ്ങളുമായിട്ടാണ് വന്നത്. ഞാനൊരു ദൂത് പറയാം, ആദ്യം വരുന്നവർ സ്തോത്ര കാഴ്ചയ്ക്ക് പോലും പൈസ ഇല്ലാത്തവരായിരിക്കാം. സ്തോത്രം. അവർ സ്തോത്രം പാടാൻ വേണ്ടി മാത്രമുള്ളവരായിരിക്കാം. അവർ വിശ്വസ്തയോടെ നിന്നാൽ തൊട്ടു പുറകെ സ്വർഗസ്ഥനായ ദൈവം നിക്ഷേപ പാത്രങ്ങൾ കയ്യിലുള്ളവരെ ദൈവം അയക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആ കാര്യത്തെ സഭ ഏറ്റെടുക്കുന്ന പക്ഷം സ്വർഗം പറയുന്നു, നീ വിചാരിക്കാത്ത പലരെയും എൻ്റെ ദൈവം ദൂരത്ത് കണ്ടിട്ടുണ്ട്. അവരെ നിന്റെ അടുക്കൽ വഴിതെറ്റാതെ അയക്കാൻ ദൈവം വിശ്വസ്തനാണെങ്കിൽ ഈ ഉപവാസത്തിന്റെ 16ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന കാര്യം ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് അടുത്തൊരു ലെവലിലേക്ക് ഉയരാൻ ദൈവസഭയെ പ്രാർത്ഥന കഴിയുമ്പോൾ തീരുമാനിക്കുക, സ്വർഗസ്ഥനായ ദൈവം അതിന്റെ വഴി ഒരുക്കാതിരിക്കുകയല്ല. വിശ്വാസത്തോടെ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് സഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ ആത്മാവിൽ പ്രാർത്ഥിച്ച്, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, സഭയുടെ അടുത്ത ലെവല് നിങ്ങൾ കണ്ടേ, അടുത്തൊരു സംഘത്തെ നിങ്ങൾ കണ്ടേ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പൊൻപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് പ്രയോജനപ്പെടേണ്ട വിലയേറിയ പാത്രങ്ങൾ, നിങ്ങൾക്ക് വിചാരിക്കാൻ കഴിയാത്ത സമുന്നതരായിരിക്കുന്ന ആത്മാക്കൾ, അവരെ ദൈവമായ കർത്താവ് സഭയ്ക്ക് തരാൻ പോകുകയാണ്. അതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ഒരുമിച്ച് പ്രവാചക ദൂത് പോലെ ചേർന്ന് സ്വത്രം ചെയ്തുകൊണ്ട് ആത്മശക്തിയോടെ അത്യുച്ചനാഥത്തോടെ സ്വത്രത്തോടെ പറ, കർത്താവ് അനുവദിച്ചാൽ 2025 ഇതുപോലത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ആണ്ടവസാന മാസങ്ങളിൽ സഭയ്ക്കുണ്ടെങ്കിൽ അന്ന് ഈ ദൂതിന്റെ ഒരു ഭാഗം നിങ്ങൾ പിടിച്ചുയർത്തിക്കൊണ്ട് നിൽക്കണം. കർത്താവിന്റെ ആത്മാവിൽ മനസ്സ് മടിക്കരുത്. സ്വത്ര ഹല്ലേലൂയ. ദൈവം പറയുന്നു, നിന്നെ ഏൽപ്പിച്ചത് സെരുബ്ബാബേലേ, നിന്നെ ഞാൻ വിട്ടത് ആലയം പണിയാനാണ്. തൊട്ടു പുറകെ യെസ്രയേലിക്ക് വിടണം. ബാബിലോണിലെ സ്വത്ര സമയം എക്സ്പയറി ആകുകയാണ്. ഇനി പാത്രങ്ങൾ അവിടെ ഇരിക്കാൻ പാടില്ല. എന്റെ കർത്താവിന് മടങ്ങി വരണം, കാഹളം ധ്വനിക്കണം. അതിനു മുമ്പ് പിടിച്ചു വെക്കപ്പെട്ട സകല പാത്രങ്ങളും ഞാൻ നിങ്ങളുടെ കുടുംബങ്ങളെ നോക്കി ദൂത് പറയാം. നിന്റെ വീട്ടിലെ നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ ആങ്ങള ദൈവത്തിന്റെ ആലയത്തിൽ വരേണ്ട പാത്രമാണെങ്കിൽ നീ നിന്റെ കാര്യം മാത്രം നോക്കി പോകരുത്. എനിക്ക് അവരെ ആലയത്തിൽ വരുത്തണം. കൃപ ലഭിച്ച എല്ലാ ദൈവമക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞ് കരമടിക്കുന്ന കൂടെ, അന്യഭാഷ പറയുന്ന കൂടെ, നിങ്ങൾ വിശ്വസിക്കുക, എന്നേക്കാൾ എൻ്റെ ചേച്ചി സഭയിൽ വന്നാൽ, എൻ്റെ ആങ്ങള സഭയിൽ വന്നാൽ, എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടാൽ, ഞാൻ ഒരു 60 വോൾട്ടിന്റെ ബൾബാണെങ്കിൽ എൻ്റെ അപ്പൻ ഒരു 1000 വോൾട്ടിന്റെ ബൾബ്
കൊണ്ടുപോയിക്കോളും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, എന്റെ ചേട്ടൻ ധീരനാണ്, എന്റെ അനിയൻ ശക്തനാണ്, അവൻ ഇന്ന് ലോകത്തിന്റെ ഫിലോസഫി പറഞ്ഞ് നടക്കുകയാണ്, അവനെ സഭയ്ക്ക് കിട്ടിയാൽ അവൻ ഒരു വലിയ ഹൈമാക്സ് ലൈറ്റ് ആയിക്കോളും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞ് ആത്മാവിൽ അവകാശം പറഞ്ഞ് പൊൻപാത്രമായി മാറാൻ നിന്റെ വീട്ടിൽ ഇനിയും ആളുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഇനിയും ആളുണ്ടെങ്കിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. സിസ്റ്റർ, ഇതൊരു ബ്രേക്ക് ത്രൂവിന്റെ സമയമാണ്, ഇതൊരു പൊട്ടിത്തെറിയുടെ സമയമാണ്. നിന്റെ ശുശ്രൂഷ നിമിത്തം ബ്രദറെ, സ്വർഗം കണ്ടുവച്ചിരിക്കുന്ന ചിലരെ നീ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നീ ആത്മാവിൽ പ്രാർത്ഥിക്ക, ശക്തിയോടെ സ്തോത്രം ചെയ്യ. പൊൻപാത്രങ്ങൾ പുറത്തു വരട്ടെ. സഭയുടെ പൊൻപാത്രങ്ങൾ പുറത്തു വരുന്ന വർഷമായി 2025 ആത്മപ്രേരണയിൽ ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും മടുക്കരുത്. നിങ്ങളുടെ മനസ്സ് പറയും കെട്ടുപൊട്ടിയെന്ന്. ബാബിലോൺ സാമ്രാജ്യ അധിപനെ പോലെ പാരമ്പര്യ ശക്തികൾ, പൈശാചിക വ്യാപാരങ്ങൾ, പൗരോഹിത്യ ബന്ധനങ്ങൾ നിന്റെ പ്രിയപ്പെട്ടവരെ പിടിച്ചു വെച്ചിരിക്കുന്നതിന് ഇന്ന് കർത്താവിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്ന രേഖയ്ക്ക് തത്തുല്യമായി എസ്രയെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അവന്റെ കയ്യിലേക്ക് നിരുപാധികം പാത്രങ്ങൾ വിട്ടുകൊടുത്തേ മതിയാകൂ എന്ന് സ്വർഗം കൽപ്പിക്കുന്നു. അവകാശത്തോടെ നീ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോ, സ്വർഗം അത് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവേ, ഇവരെല്ലാം ശുശ്രൂഷകരാകട്ടെ. ഇവരെല്ലാം പാത്രങ്ങളെ സഭയിൽ കൊണ്ടുവരുന്ന, യെരുശലേമിൽ കൊണ്ടുവരുന്ന എസ്രാമാരാകട്ടെ. ഇവരിവിടെ ഉപജീവനം തേടി വന്നവരാണ്, അന്യായ പണം മുടക്കി രാജ്യത്തെത്തിയവരാണ്. ഇവിടെ വെച്ച് ബാബിലോണിൽ എത്തിയവരെ എന്റെ കർത്താവ് ശുശ്രൂഷകരാക്കിയതുപോലെ യേശുവിന്റെ നാമത്തിൽ വചന നിശ്ചയമുള്ള, ആത്മബലമുള്ള, അഭിഷേകമുള്ള ബാബിലോൺ സാമ്രാജ്യ അധിപന്മാരുടെ കയ്യിൽ നിന്ന് ദൈവത്തിനുള്ളവരെ തിരിച്ചു പിടിക്കുന്ന അഭിഷേകമുള്ളവരായി ദൈവരെ മാറ്റട്ടെ. ദൈവം നിന്നെ തൊടുന്നു. കൃപ ഇറങ്ങുന്നു, ശുശ്രൂഷ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നോട് പറയുന്നു, മോനെ, നിന്റെ ക്ലാസ്മേറ്റ് ഈ ലോകത്തിന്റെ കെടുതിയിൽ കിടക്കുന്നവർ, അവനെ നിന്റെ അധരത്തിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ തിരിച്ചു പിടിക്കാൻ സ്വർഗത്തിലെ കൃപ നിന്റെ മേൽ ഇറങ്ങുന്നു. എല്ലാ അമ്മമാരും എല്ലാ സഹോദരിമാരും ഇന്ന് പകൽക്കാലം കർത്തൃസന്നിധിയിൽ സ്തോത്രം ചെയ്ത് മരവിച്ചിരിക്കാതെ നീ വിശ്വസിച്ചോ, നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിക്കാൻ, നിന്റെ കുടുംബത്തിൽ ചിലരെ സ്നാനക്കുളത്തിലേക്ക് ഇറക്കാൻ, പൊൻപാത്രങ്ങളാക്കി മാറ്റാൻ അഭിഷേകത്തിന്റെ തലം സിസ്റ്ററെ നിന്റെ മേൽ ഇറങ്ങുന്നുണ്ട്. കർത്താവ് ചെയ്യുന്നു. ദൈവം ഉടയുന്നവർക്കും കരയുന്നവർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ഉപവാസത്തിന്റെ ലാസ്റ്റ് വീക്ക് വേറൊരു തലത്തിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുപോകുന്നു. സ്വർഗം അത് ചെയ്യുന്നു. വിശ്വസ്തൻ, കണ്ണുനീര് കാണുന്നവർ, കാലങ്ങളോളം മറച്ചു വെച്ച പാത്രങ്ങളെ പുറത്തെടുപ്പിക്കുന്നവർ, ആലയത്തിലെ പാത്രം ആലയത്തിൽ വരണം, കൊട്ടാരത്തിലല്ല. ആലയത്തിൽ വരേണ്ടത് ആലയത്തിൽ വരണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു റോമയിലെത്താൻ ഒരുപാട് കടമ്പ കടക്കേണ്ടി വരും, ഒത്തിരി കടമ്പ കടക്കേണ്ടി വരും. അങ്ങനെ ദൈവം ചെയ്തെങ്കിൽ നിനക്കൊരു യെരൂശലേമിലെത്തലുണ്ട്. അത് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. ഒരു യെരൂശലേമിലെത്തലുണ്ട്. അവിടെയും എത്താതിരിക്കാൻ പറ്റിയല്ല.
സ്തോത്രം. അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ട്. വഴിയിൽ പതിയിരിപ്പുകാരുണ്ട്, മറ്റു പല വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എസ്രയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അങ്ങനെ ഞങ്ങൾ യെരൂശലേമിലെത്തി. എത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന ചില വിഷയങ്ങൾ ഞാൻ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാം. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയുടെ ആത്യന്തിക ഉന്നമനത്തിലേക്ക് എത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന വിഷയങ്ങളെ ഇന്ന് പകൽക്കാലത്തെ പ്രാർത്ഥനയിൽ കർത്താവ് നുള്ളിക്കളയുകയാണ്. അതിനെ മുറുകെ പറ്റി നിൽക്കുന്ന ചെതുമ്പല് പോലത്തെ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ ആത്മാവ് എടുത്തു കളയുകയാണ്. സ്വർഗം അത് ചെയ്യുമെന്നുള്ള വിശ്വാസം ഇന്ന് ദൈവാത്മാവിൽ അകത്തുണ്ടാകണം. ദൈവം അത് ചെയ്യും. റോമയിലെത്തുന്നത് ഒരു ഭൗതികത്തിന് നിഴലാണെങ്കിൽ, യെരൂശലേമിലെത്തുന്നത് ഒരാത്മീക ശുശ്രൂഷയ്ക്ക് നിഴലാണ്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് നമ്മൾ വായിച്ചത്, സ്തോത്രം, അടുത്തത് നമ്മൾ വായിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവർ എരിഹോവിലെത്തി. സ്തോത്രം, ഹല്ലേലൂയ. അതൊരു വിടുതലിൻ്റെ, എരിഹോ എന്ന് പറയുന്ന ഒരു ശപിക്കപ്പെട്ട പട്ടണമായിരുന്നു. ആ പട്ടണത്തിലേക്ക് എത്താതിരിക്കാൻ പണ്ട് കാലത്ത് എരിഹോ മതില് പണിതത് തന്നെ ഇസ്രായേൽ അവിടെ കയറാതിരിക്കാനാണ്. സ്തോത്രം. കുരുടന്മാരും ശപിക്കപ്പെട്ടവരൊക്കെ നിരന്നിരിക്കുന്ന ആ പട്ടണത്തിലേക്ക് ഒരിക്കലും ദൈവമക്കൾ എത്തത്തില്ലെന്ന് വിചാരിച്ചിടത്തേക്ക്, യേശു എത്തില്ലെന്ന് ലോകം കരുതിയിടത്തേക്ക് യേശു എത്തി. ഹല്ലേലൂയ. എരിഹോവിലേക്ക് എത്തിക്കപ്പോഴേക്കും മറ്റു പല സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അവൻ വരുന്ന വഴിക്ക് കുരുടന്മാരിരുന്ന് നിലവിളിക്കുന്നു. സ്തോത്രം. അവിടെ നിന്ന് പോകുമ്പോഴും കുരുടന്മാർ നിലവിളിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഭയങ്കര വിടുതൽ അവിടെ നടന്നേ പറ്റൂ. സ്തോത്രം. കർത്താവ് വന്നെങ്കിലേ നടക്കത്തുള്ളൂ. പണ്ടത് ശാപം കിട്ടിയ പട്ടണമാണ്. സ്തോത്രം. അവിടെ എത്താതിരിക്കാനുള്ള എല്ലാ അടവുകളും സാത്താൻ ചെയ്തു വെച്ചതുമാണ്. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം അവിടെ ദൈവപുത്രനെ എത്തിച്ചു. ഞാനിന്ന് നിങ്ങളെ നോക്കി പറയാം, എന്തൊക്കെയോ വലിയ വിടുതലുകൾ നടക്കാനുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഒരു സ്ഥിതിക്കപ്പുറത്തേക്ക് കയറാത്ത ഗതികേടുകളുണ്ടായി. പക്ഷെ ദൈവം പറയുന്നു, എത്തേണ്ടവൻ എത്തിയാൽ, സ്തോത്രം, എഴുന്നേൽപ്പിക്കേണ്ടവൻ എഴുന്നേൽപ്പിച്ചിരിക്കും. അവിടെ എത്താതിരിക്കാനുള്ള എല്ലാ തടസ്സങ്ങളെയും സ്വർഗസ്ഥനായ ദൈവം പൊട്ടിച്ചു കളയുന്ന ദൈവമാണ്. ഞാൻ ആ ഭാഗം അധികം നേരം വിശദീകരിച്ച് നിൽക്കാൻ പറ്റുന്നതല്ലല്ലോ, അതുകൊണ്ട് ആ ഭാഗം വിടാം. അടുത്തത് എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അങ്ങനെ അവർ അക്കരെ എത്തി. അക്കരെ എത്തുക എന്നുള്ളത് നിത്യതയ്ക്ക് നിഴലായി നിൽക്കുന്നതാണ്. ഇവിടെ ഭൗതികമാണ് എല്ലാം കിടക്കുന്നത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. ആ വാക്ക് ഒന്നോടെ വായിക്കാമോ? അക്കരെ എത്തി എന്നുള്ള വാക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:34 അല്ലേ? ഒന്നോടെ വായിക്കാമോ ആ വാക്ക്? അടുത്തത് നോക്കണേ, ആ വാക്ക് ശ്രദ്ധിച്ചോളണം. അടുത്തോടെ വായിച്ചു, അടുത്ത പോയിന്റോടെ വായിച്ചു. ആ 3 കാര്യങ്ങൾ. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്ന് അറിഞ്ഞു. സ്തോത്രം, മതി, അറിഞ്ഞു, അത്രയും നിൽക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ അവർ അക്കരെ എത്തി. അക്കരെ എത്തി. എന്നിട്ട് അടുത്തത് എഴുതിയിരിക്കുന്നത് ഗന്നസരത്ത് ദേശത്ത് ചെന്നു. സ്തോത്രം. അക്കരെ എത്തി എന്ന് എഴുതിയിട്ട് കുത്തിട്ട് നിർത്തുകയല്ലായിരുന്നു. അക്കരെ എത്തി എന്ന് എഴുതിയിട്ട് അവിടെ ഒരു കോമ ഇട്ടിരിക്കുകയാണ്. സ്തോത്രം. അതിനർത്ഥം അക്കരെ എത്തിയത് കൊണ്ട് തീർന്നായിരുന്നെങ്കിൽ കോമയിടില്ല. സ്തോത്രം. കുത്തിട്ടേനെ. അക്കരെ എത്തിയത് കൊണ്ട് തീർന്നിട്ടില്ല. ചെല്ലേണ്ടടത്ത് ചെല്ലണം. ചെല്ലേണ്ടടത്ത് ചെല്ലണം. അതുകൊണ്ടാണ് അവിടെ കോമയിട്ട് നിർത്തിയത്. സ്തോത്രം. ഞാൻ ആ ഭാഗത്തെ ഇങ്ങനെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പറയാം. ഒരുപക്ഷെ ഒത്തിരി പ്രാർത്ഥിച്ചും കരഞ്ഞും നിലവിളിച്ചുമൊക്കെ ഒരു കടമ്പ കടന്ന് അക്കരെ എത്തിക്കാണും. അക്കരെ എത്തിയിട്ടും ചെല്ലേണ്ടിടത്ത് ചെല്ലാത്ത ഒരു വല്ലാത്ത സ്ഥിതി ഉണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം ചെല്ലേണ്ടിടത്ത് ചെല്ലാൻ വിശ്വസ്തനായ ദൈവമാണ്. അടുത്ത വാചകമാണ്: അവൻ ആരെന്നറിഞ്ഞു. ചെല്ലേണ്ടിടത്ത് ചെന്നെങ്കിലേ നീ ആരാന്ന് വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. അതിനെ നിത്യതയോട് ബന്ധപ്പെടുത്തുമ്പോൾ ഇവിടെ ആളുകൾ നിന്ദിച്ചേക്കാം, കളിയാക്കിയേക്കാം, പരിഹസിച്ചേക്കാം. പഴയ പാട്ടുകാരോ ഇങ്ങനെ പാടിയിട്ടുണ്ട്: അങ്ങേ കരയിൽ ചെല്ലുമ്പോഴാണ് നാം നേടിയതും നാം ആരെന്നും അറിയുന്നത്.
സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ വെച്ച് ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അക്കരെ എത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം നീ എന്തിനാ ഉപവസിച്ചത്, നീ എന്തിനാ കരഞ്ഞത്, നീ എന്തിനാ പ്രാർത്ഥിച്ചത്, നീ എന്തിനാ വിലപിച്ചത്, നീ എന്തിനാണ് ഇത്രത്തോടെ സഹിച്ചത്. തീക്കകത്ത് പൊന്ന് കിടക്കുന്നത് പോലെ കുറേ കാലങ്ങൾ ഈ ഉമിത്തീക്കകത്ത് കിടന്നത് എന്തിനാണെന്ന് ഇപ്പോൾ പിടികിട്ടിയല്ല. കർത്താവ് ഒരിക്കൽ കാല് കഴുകാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് പത്രോസിന്റെ അടുക്ക് ചെന്നപ്പോൾ പത്രോസ് പറഞ്ഞു, അരുത് അരുത്, എന്നെ കഴുകരുത് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്ക. സ്തോത്രം ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിനക്ക് അറിയില്ല, പിന്നത്തേതിൽ അറിയും. ഹല്ലേലൂയ. ഇപ്പോ നിന്നെ ഞെക്കിയതും ഈ എന്താ പറയാ കുശവൻ മണ്ണിനോട് ചെയ്യുന്നത്. സ്തോത്രം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിനകത്ത് ഇങ്ങനൊരു വാക്കുണ്ട്, ഇസ്രായേലേ, ഈ കുശവൻ കളിമണ്ണിനോട് ചെയ്തത് എനിക്ക് നിന്നോട് ചെയ്തുകൂടെ. സ്തോത്രം. ഒരു അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നും ദൈവത്തിനില്ല. പക്ഷെ ദൈവം അവിടെ ചോദിക്കുകയാണ്, ഈ കളിമണ്ണിനോട് കുശവൻ ചെയ്തത് എനിക്ക് നിന്നോട് ചെയ്തുകൂടെ. എന്താ കളിമണ്ണിനോട് കുശവൻ ചെയ്തത്? സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്നറിയില്ല. പല പ്രോസസ്സുകളാണ്. എവിടെയോ കിടന്ന കളിമണ്ണ്, ആ കളിമണ്ണിനെ ഇഷ്ടികക്കളമാണെങ്കിൽ അവിടെ ഇട്ട് ചവിട്ടിക്കുഴച്ചിട്ട് അവിടെ തന്നെ ഇഷ്ടിക ഉണ്ടാക്കുക. പക്ഷെ പാത്രം ഉണ്ടാക്കുന്ന കുശവൻ ഒരിക്കലും മണ്ണ് കിടക്കുന്നിടത്തെടുത്ത് പാത്രം ഉണ്ടാക്കില്ല. ചില മൈൻഡ് തുറന്ന് ചിന്തിക്കണം. ഇഷ്ടികക്കളം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഉണ്ടോ? ഉണ്ട്. സ്തോത്രം. ഇഷ്ടികക്കളം ഇഷ്ടിക ഉണ്ടാക്കുന്ന ആളുകൾ തപ്പി നടക്കുമ്പോൾ അതിന് പറ്റിയ പശയുള്ള മണ്ണ് അതിൻ്റെ ക്രമീകരണമാണെങ്കിൽ ആ മണ്ണ്, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങൾ ഇഷ്ടികയ്ക്ക് പറ്റിയ മണ്ണുണ്ട്. അങ്ങനെയുള്ള സ്ഥലം വരുമ്പോഴത്തേക്കും ലോറിക്കകത്ത് കയറ്റിയ ഒരു മണ്ണ് കൊണ്ടുപോകാറില്ല. 5 കൊല്ലത്തേക്കൊക്കെ ആ പറമ്പ് പാട്ടത്തിന് എടുക്കും. എന്നിട്ട് എവിടെയാണോ മണ്ണ് കിടക്കുന്നത് അവിടെ തന്നെ ഇട്ട് കുഴച്ച് അവിടെ തന്നെ ഇഷ്ടിക ഉണ്ടാക്കി വയ്ക്കും. ഇനി നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ സ്തോത്രം ഇത് കാണുവാണെങ്കിൽ എന്നെ ഓർക്കണ്ട, ഈ ദൂത് ഓർക്കണം. സ്തോത്രം. മനസ്സിലായോ? എന്നാൽ പാത്രം ഉണ്ടാക്കുന്ന കുശവന് ഇതുപോലെ തന്നെ മണ്ണ് വേണം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിന് പാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന മണ്ണ് കണ്ടാൽ ആ പറമ്പിലിട്ട് പാത്രം ഉണ്ടാക്കില്ല. കുശവനാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് ആ പറമ്പിൽ നിന്ന് മണ്ണ് വാരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് ചെല്ലും. ഇത് തന്നെയാണ് കർത്താവ് നമ്മളോട് ചെയ്തത്. ഇഷ്ടിക ഉണ്ടാക്കാനായിരുന്നെങ്കിൽ അവിടെ കിടന്നങ്ങ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, അല്ലേ? സ്തോത്രം. നമുക്ക് എളുപ്പമായിരുന്നു. കാരണം എന്താ? അമ്മയോടും പിണങ്ങണ്ട, അമ്മാച്ചനോടും പിണങ്ങണ്ട. ആങ്ങളെ നമ്മുടെ കർത്താവ് നമ്മൾ കിടന്ന പാരമ്പര്യത്തിൻ്റെ ആ സ്തോത്രം മടിത്തട്ടിൽ നിന്ന് വാരിയെടുത്തപ്പോൾ ആങ്ങളെ പിണങ്ങി. അപ്പം പറഞ്ഞു, നീ എൻ്റെ മോനല്ല. മനസ്സിലായില്ല എന്ന് തോന്നല്ലേ? സ്തോത്ര ഹല്ലേലൂയ. എല്ലാവർക്കും ഇഷ്ടം അവിടെ തന്നെ ഇട്ട് ചവിട്ടിക്കൊടിച്ച് അവിടെ തന്നെ അന്യഭാഷയും പറഞ്ഞ് അവിടെ തന്നെ ആരെങ്കിലും കർത്തൃമേശം കൊണ്ട് തരുവാണെങ്കിൽ ആരെയും പിണക്കണ്ടല്ലോ. പക്ഷെ ദൈവം നിന്നോട് ചെയ്തത് അവിടെ തന്നെ ഇട്ട് പണി നടത്തുവല്ലായിരുന്നു. നീ കിടന്ന നിന്റെ പഴയ പാരമ്പര്യത്തിൻ്റെ പറമ്പിൽ നിന്ന് സ്വർഗം നിന്നെ വാരിയെടുത്ത് സഭയാകുന്ന ഭവനത്തിൽ കൊണ്ടുവന്നു. അവിടെ ഇട്ട പണി തുടങ്ങിയത്. സ്തോത്രം. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരൊക്കെ ദൈവകൃപയാൽ ആ പ്രോസസ്സിൽ കടന്നുപോയവരായിരിക്കും. ഈ അനുഗ്രഹീത സഭയുടെ ഓൺലൈനിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം നന്നായിട്ട് തിരിച്ചറിയണം. നിങ്ങൾ ദൈവത്തിൻ്റെ പാത്രമായി മാറണമെങ്കിൽ നിങ്ങൾ കിടക്കുന്നിടത്തുനിന്ന് സ്വർഗം നിങ്ങളെ വാരിയെടുക്കും. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി ആരൊക്കെ വന്നാലും എത്ര എതിർപ്പിട്ടാലും എന്തൊക്കെ പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും വന്നാലും സ്വർഗം കണ്ണുവെച്ചാൽ അവനെ അവിടെ നിന്ന് മാന്തിയെടുക്കും. ഈ പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നമ്മളെ അവിടെ നിന്ന് മാന്തിയെടുത്ത് കുഴിച്ചെടുത്ത് ദൈവത്തിൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് നല്ല കുശവനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? നമ്മുടെ കൂടെ ദൂത് കേട്ട പലരെയും ഒരുപക്ഷെ അവർ സമ്മതിച്ച് കാണുകയില്ല, അല്ലെങ്കിൽ അവർ വിധേയപ്പെട്ട് കാണുകയില്ല. അവരിന്നും അവിടെ കടയുന്നുണ്ട്, കുഴയുന്നുണ്ട്. പക്ഷെ രൂപപ്പെടുകയില്ല, അങ്ങനെ കിടക്കുകയുള്ളൂ. 2 ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം സ്തോത്രം കുശവൻ അത് ചവിട്ടി കുഴയ്ക്കും. വാരിക്കൊണ്ട് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് സ്തോത്രം ആത്മാവിൻ്റെയും വചനത്തിൻ്റെയും വെള്ളം തളിച്ച് സ്വർഗസ്ഥനായ ദൈവം ഇതിനെ ചവിട്ടി കുഴയ്ക്കാൻ തുടങ്ങി. അസ്വസ്ഥതയാണ്. നമ്മളെ ഒരു പദം വരുത്താൻ വേണ്ടി കർത്താവ് ചില പ്രതിസന്ധികൾക്കകത്തൂടെ കടത്തിവിടും.
സ്തോത്ര ഹല്ലേലൂയ. ചവിട്ടിക്കുഴയ്ക്കുന്നൊരു സ്ഥിതി വരും. അപ്പം ചിലപ്പോൾ പിശാച് ചോദിക്കും, ഞങ്ങളെ അവിടെ കിടന്നായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല, പുല്ലും കയറി അവിടെ കിടന്നേനെ, അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് വാരിയെടുത്തപ്പോൾ ഇച്ചിരി പ്രോസസ്സുകൾക്ക് വിധേയപ്പെടേണ്ടി വന്നാലും കരുത്തനായ ദൈവത്തിൻ്റെ കാൽ കീഴെയായിരിക്കയാൽ, പിശാചിൻ്റെ കാൽ കീഴെ അല്ലല്ലോ, ലോകത്തിൻ്റെ കാൽ കീഴെ അല്ലല്ലോ, അവൻ്റെ കാൽ കീഴെ ആയിരിക്കാൽ ഇതിനൊരു രൂപാന്തരം വരുമെന്ന് വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിൽ ചവിട്ടിക്കുഴയ്ക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്നോട് ദൈവം വീണ്ടും പ്രവചിക്കാൻ പറയുന്നു, എല്ലാ കാലവും കുശവനത് ചെയ്തുകൊണ്ടിരിക്കില്ല. കുറെ കഴിയുമ്പോൾ ഈ പ്രോസസ്സ് തീരും. നിന്നെ ആരാക്കണമെന്ന് നിശ്ചയിച്ച സ്വർഗസ്ഥനായ ദൈവം യേശുവിന്റെ നാമത്തിൽ നിന്നെ രൂപാന്തരപ്പെടുത്തി തരിയും മണലും കല്ലും മണ്ണാങ്കട്ടയും ഇല്ലാതെ നിന്നെ ചവിട്ടി പദം വരുത്താൻ എല്ലാവർക്കും എടുത്തതിനേക്കാൾ അധികം കാലം എടുത്തു കാണും. അങ്ങനെയാണെങ്കിൽ ഓർത്തോളണം, നിന്നെ ഒരു ചെടിച്ചട്ടി പോലെ പുറത്ത് വെക്കാനായിരിക്കുകയില്ല, നിന്നെ ഒരു പളുങ്ക് പാത്രം പോലെ അകത്ത് വെക്കാനായിരിക്കും. അതുകൊണ്ട് പ്രോസസ്സ് കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്കറിയാൻ പറ്റിയല്ല, കുറേ കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ചവിട്ടിക്കുഴയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ പദം വന്ന മണ്ണിനെ വാരി കൂട്ടിയെടുത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തേൽ വയ്ക്കും. ഹല്ലേലൂയ. സ്തോത്രം. ബാക്കിയെല്ലാം നിശ്ചലമായി സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഇതിനകത്ത് കിടന്ന് കറങ്ങാൻ തുടങ്ങും. സ്തോത്രം. പിടിച്ചെടുത്ത് നിൽക്കാൻ തോന്നിയാൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ കുശവൻ കറക്കിക്കൊണ്ടിരിക്കുന്നൊരു ചക്രത്തിന്മേൽ സ്തോത്രം നാളുകളോളം ചിലപ്പോൾ കറങ്ങേണ്ടി വരും. അപ്പോൾ ചോദിച്ചേക്കാൻ, കർത്താവെ എത്ര കാലമായി കറക്കം തുടങ്ങിയിട്ട്? ആരോ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരിടത്തും ഉറയ്ക്കാതെ എന്നും സ്തോത്രം, ഇന്ന് തെക്കാണെങ്കിൽ നാളെ വടക്കെന്ന നിലവാരത്തിനകത്ത് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. നോർക്കുമ്പോഴും നീ മനസ്സിലാക്കണം, ഈ ചക്രത്തിൻ്റെ പുറത്ത് കുശവനിരിക്കുന്നുണ്ട്. അവൻ്റെ കൈപ്പിടിക്കകത്താണ് ഈ കറക്കം നടക്കുന്നത്. ഹല്ലേലൂയ. കുറെ കറങ്ങി കഴിയുമ്പോൾ അവൻ്റെ ബലമുള്ള കൈ കൊണ്ട് പതുക്കെ തലോടിത്തരും. ഹല്ലേലൂയ. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിനകത്തേക്ക് കൈ കയറ്റി വെച്ച മണ്ണിനെ പതുക്കെ കൈകൊണ്ട്, ആ ബലമുള്ള രാജശില്പിയുടെ കൈകൊണ്ട് പതുക്കെ തലോടാൻ തുടങ്ങുമ്പോഴാണ് ഷെയ്പ്പായി വരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക, ഈ കറക്കത്തിനിടയിൽ നീ ഷെയ്പ്പാകുന്നുണ്ടെന്ന് നിങ്ങൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ഒരു സ്ഥലത്ത് നീ നിശ്ചലമായി കിടന്നാൽ ഒരിക്കൽ പോലും നിനക്കൊരു ഷേപ്പ് വരില്ല. നിന്നെ ദൈവമായ കർത്താവ് ചില പാത്രങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ളം വെക്കുന്ന കൂതിയാണെങ്കിൽ കഴുത്ത് നീണ്ടു വരണം, ചിലതിന്റെ സ്വത്രഹലലിയ ഉടൽ ഉരുണ്ടു വരണം, ചിലതിന്റെ സ്വത്രഹല ബേസ് പരന്നു വരണം. ഏത് രീതിയിലാണോ അതുപോലെ ഈ കറക്കത്തിനിടയിൽ കൈവച്ചു തരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ആ രംഗം ഒന്ന് കാണണം. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുശവൻ പതുക്കെ വളരെ തലോടുന്ന രീതിയിൽ പതുക്കെ കൈവച്ച് കൊടുക്കും. കൈവയ്ക്കുന്നതനുസരിച്ച് കൈക്കുമ്പിളിനകത്ത് കിടന്നുകൊണ്ട് ചക്രത്തിൽ കറങ്ങാൻ തുടങ്ങുമ്പോൾ, ശ്രദ്ധിച്ചോളണം എന്നെ, കറങ്ങാൻ തുടങ്ങുമ്പോൾ പതുക്കെ ഹല്ലേലൂയ തലോടലിൽ ഒരു മാർദ്ദവത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചില സന്ദർഭങ്ങളിൽ തള്ളവിരൽ കൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, തള്ളവിരൽ കൊണ്ട് ആ തഴുകുന്നതിനിടയിൽ ബലമായിട്ട് ഞെക്കും. ആ ഞെക്കിനകത്താണ് ഈ വക്കൊക്കെ രൂപപ്പെടുന്നത്. സ്തോത്രം. മനസ്സിലായോ? ഈ തഴുകല് മാത്രം ഉള്ളെങ്കിൽ വെറും വാഴപ്പിണ്ടി പോലെ ഇരുന്നേനെ. അങ്ങനെ ഇരിക്കാത്തതിനായി സ്തോത്രം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ തഴുകലിനിടയിൽ ഞെക്കോടെ തരുന്ന എന്തിനാണെന്നറിയാം? അതിൻ്റെ രൂപം തെളിഞ്ഞു വരണം. സ്തോത്ര. ഹല്ലേലൂയ. ആ രൂപം തെളിഞ്ഞു വരണമെങ്കിൽ ഈ വിരലിനകത്താണ് സംഭവം ഇരിക്കുന്നത്. ആ കറക്കത്തിനിടയിൽ, തഴുകുന്നതിനിടയിൽ വിരൽ ശരിക്കും വെച്ച് കൊടുക്കുമ്പോൾ അത് മലന്ന് പുറത്തേക്ക് വരും. അങ്ങനെ വന്നെങ്കിലേ ഇതൊരു പാത്രമാണെന്ന് പറയാൻ പറ്റുള്ളൂ, രൂപപ്പെടാൻ പറ്റുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ രൂപപ്പെടുത്തി എടുത്തതിന് ശേഷം, വേണ്ട രീതിയിൽ ചെയ്തതിന് ശേഷം അവിടെ നിന്നെടുത്ത് അതിനെ തീച്ചൂളക്കകത്ത് വെക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്താണ് പ്രോസസ്സ് തീരുന്നത്. ഇത്രയും കാര്യങ്ങൾ മുൻ കണ്ടുകൊണ്ടാണ് സ്തോത്രം ഇസ്രായേലിനോട് യിരെമ്യാവിനെ കൊണ്ട് ദൈവം ചോദിപ്പിക്കുന്നത്, ഇസ്രായേലേ, ഈ കുശവൻ കളിമണ്ണിനോട് ചെയ്തത് എനിക്ക് നിങ്ങളോട് ചെയ്തുകൂടെ? അതിനാമീൻ പറഞ്ഞു പോയ പ്രശ്നമാണ്. വേണോ വേണ്ട ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എൻ്റെ മുന്നേ കർത്താവേ, ഞങ്ങൾ യോഗത്തിന് വന്നെന്നുള്ളൂ,
വേണ്ടാത്ത പണിയൊന്നും വേണ്ടെന്ന് പറയുവാണെങ്കിൽ എന്നും അങ്ങനെ ഇരുന്നു. അതല്ല, ഈ 16-ാം ദിവസം നിങ്ങൾ സമ്മതിക്കുകയാണ്. ഈ പ്രസംഗമൊന്നുമല്ല ഇതിനകത്ത് വരേണ്ടത്. ഇതൊക്കെ ദൈവമായ കർത്താവ് ഇങ്ങനെ എറിഞ്ഞിട്ട് തരുന്ന പോലെ തരുന്നതാണ്. അത് ചാടിപ്പിടിച്ച് ഞാൻ നിങ്ങൾക്ക് ഭാഗിച്ചു തരുന്നതേ ഉള്ളൂ. ഒരു പ്രസംഗിക്കുന്ന മൂഡ് പോലും എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. കാരണം ഞാൻ ഇങ്ങനെയല്ല പ്രസംഗിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് പരിശുദ്ധാത്മാവ് ദൂതായി പറയുകയാണ്. ഈ ഭാഗമെല്ലാം കയറി കയറി വരികയാണ്. അതുകൊണ്ട് ഇന്നിവിടെ ഇരിക്കുമ്പോൾ ദൈവത്തോട് പറ, കർത്താവെ, ഞാൻ വിചാരിച്ചില്ല എൻ്റെ കൂടെ വന്നവരെല്ലാം ദൈവമായ കർത്താവ് ഒരു കരപറ്റി. എൻ്റെ കറക്കം ഇതുവരെ നിന്നിട്ടില്ല, എൻ്റെ കടം ഇതുവരെ തീർന്നിട്ടില്ല. ചങ്കിന് നേരെ ചക്രം കയറി വരുന്നത് പോലെ വീണ്ടും വീണ്ടും കയറി വരികയാണ്. ഇന്ന് പകലിൽ ഈ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങൾ ചിലരോട് പറയുന്നു, ശരിയാണ്, മറ്റെങ്ങും സ്തോത്രം എന്താ പറയുക, പ്രസരിപ്പിക്കാതെ വണ്ണം എൻ്റെ ബലമുള്ള വിരൽ നിന്റെ മേൽ ശക്തമായിട്ട് ഞാൻ അമർത്തി. സ്തോത്രം. പിടിച്ചു നിൽക്കാൻ പറ്റാതെ പൊളയുന്നത് പോലെ നിനക്ക് തോന്നി. പക്ഷെ ആ വേളയിലും ഞാൻ നിന്നെ രൂപപ്പെടുത്തുകയായിരുന്നു. മറ്റാർക്കുമില്ലാത്ത, നിന്റെ കുടുംബത്തിൽ വേറെ ആർക്കുമില്ലാത്ത, കളിമൺ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത, ഹല്ലേലൂയ, എന്തോ ഒരു രൂപം വരുവാൻ സ്വർഗസ്ഥനായ ദൈവം നിന്നെ പണിയുകയായിരുന്നു. ഓണത്തിന് നമ്മുടെ കാലത്ത് ഓണത്തപ്പൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാറുണ്ട്. നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഹല്ലേലൂയ. 4 വശം ചതുരമായി മോൾ ഭാഗം കൂമ്പി നിൽക്കുന്ന ഒരു മൺപ്രതിമ. അതുപോലെ നിന്നെ ആക്കാനാണെങ്കിൽ നിമിഷം കൊണ്ട് നിന്നെ പുറത്തിറക്കായിരുന്നു. പക്ഷെ നിന്നെ അതുപോലെ കച്ചവട ചരക്കാക്കി മാറ്റാനല്ല, ഉടമസ്ഥൻ ഉപയോഗമുള്ള പാത്രമാക്കി മാറ്റാൻ അധികം കറക്കമുണ്ടായി, അധികം ചവിട്ടിക്കുഴക്കലുണ്ടായി, അധികം ദൈവത്തിന്റെ കൈവിരലുകൾ വെച്ച് നിന്റെ സന്തതിയെ രൂപപ്പെടുത്തി. കരഞ്ഞ അപ്പനമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളണം, നിന്റെ സന്തതിയോട് ഞാൻ ദ്രോഹം ചെയ്തില്ല, നിന്റെ കുടുംബത്തോട് ഞാൻ നീതികേട് കാണിച്ചില്ല. നിന്നെ എന്റെ മനസ്സിൽ കിടന്ന രൂപം വരാൻ വേണ്ടി എന്റെ വിരലുകൾ നിന്റെ മേൽ ബലമായിട്ട് ഉപയോഗിച്ചത് ശരിയാണ്. ഇപ്പോഴും ഞാൻ നിന്നെ കറക്കുന്നത് ശരിയാണ്. പക്ഷെ ഒരു ദിവസം ഞാൻ നിന്നെ എല്ലാരും കാണുക പുറത്തെടുക്കും. ഒരു വീഞ്ഞു പാത്രമാക്കാൻ കർത്താവ് അത് ചെയ്യാൻ പോകുകയാ. ദൈവം അത് ചെയ്യാൻ പോകുകയാ. ദൈവം അത് ചെയ്യാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോകുകയാ. ആത്മ ചൈതന്യത്തിന്റെ നിമിഷങ്ങൾ സ്വർഗസ്ഥനായ ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. കർത്താവിന്റെ ആത്മാവ് ഇടപെടാൻ പോകുകയാണ്. ഇന്ന് പകലിൽ ചിലരോട് പറയുന്നു, നിന്റെ പ്രോസസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ, കഴിഞ്ഞ കാലങ്ങൾ കടന്നു പോന്നു. ഹല്ലേലൂയ. എത്തേണ്ടിടത്തെത്തില്ലെന്ന് അഠരാടിയ കൊടുങ്കാറ്റ്, വഴിയിൽ പതിയിരുന്ന പതിയിരിപ്പുകാര്, നിനക്കെതിരെ ഉണ്ടാക്കിയ വലിയ വലിയ ഹല്ലേലൂയ, ഞാൻ വെളിപ്പാടിൽ കാണുന്നു 8-10 പേജുകൾ ഉണ്ടായിരുന്ന വലിയ, നിന്റെ തല ഊരാതിരിക്കാൻ, നീ ഒരിക്കലും പുൽപ്പറ്റിൽ നിൽക്കാതിരിക്കാൻ നിനക്കെതിരെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് എഴുതിപ്പിച്ച ചില കള്ളരേഖകളെ പോലും എന്റെ ദൈവം പിടിച്ചു പറിച്ച് വാങ്ങിച്ചിട്ടാണ് സ്വർഗം നിന്നെ അഭിഷേകത്തിന്റെ പുൽപ്പിറ്റിൽ നിർത്തുന്നത് എന്ന് മറക്കരുതെന്ന് ആത്മാവ് എന്നോടും നിങ്ങളിൽ ചിലരോടും ആഴമായിട്ട് ഇടപെടുന്നത് ഞാൻ ഗ്രഹിച്ചറിയുന്നു. ആത്മാവ് ഇന്ന് പകലിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ വേറൊരു ഭാഗത്തേക്ക് പകല് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. യേശുവിന്റെ നാമത്തിൽ രാത്രിയിലും നിങ്ങൾ എല്ലാവരും വരണം. കർത്താവിന്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങണം. അസാധാരണമായിരിക്കുന്ന ആത്മ ചൈതന്യം ഈ യോഗത്തിന്റെ അവസാന ദിവസങ്ങളിൽ വരണം. വചന വെളിപ്പാട് കൊണ്ട് സ്വർഗം സഭയെ സമ്പന്നമാക്കണം. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ വചനം ചെന്ന് തള്ളി തുറക്കണം. മനസ്സടഞ്ഞു പോയ ഒരുപാട് പേരെ പിടിച്ചുയർത്തണം. സഭയോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ദൈവ സഭയെ നയിക്കണം. ആത്മാവ് പറഞ്ഞതുപോലെ ആ ബാബിലോൺ അധികാരികൾ പിടിച്ചു വെച്ചിരിക്കുന്ന പൊൻപാത്രങ്ങൾ നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിക്കണം. അത് സംഭവിക്കേണ്ടതിന് ദൈവജനം ഒരു മനസ്സോടെ ഒരു ടീം വർക്കായി നിൽക്കണം. ദൈവത്തിന്റെ പദ്ധതികൾക്ക് സാക്ഷ്യം വഹിപ്പാൻ തയ്യാറാകണം. എങ്കിൽ കർത്താവ് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ ഈ പകലിൽ വേറൊരു ഭാഗത്തേക്ക് കടക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഈ ഭാഗത്തെ മാത്രം സവിസ്തരമായി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മൈക്ക് കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്തോത്രം. 4 മേഖലയിലേക്ക് ചെന്നെത്തുന്ന കാര്യത്തെക്കുറിച്ചാണ്
അത്രേ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഒരു ആമുഖം പോലെ പറയാൻ വേണ്ടി മാത്രം എൻ്റെ മനസ്സിനകത്ത് എഴുതി വെച്ച. പക്ഷെ അതിനകത്തൂടെ കയറി വന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന പലരെയും കരയിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം, പലരെയും സ്പർശിച്ചിട്ടുണ്ട്, ചിലരെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും സ്തോത്രം സഭ ഒരു കറങ്ങുന്ന ചക്രമാണ്. ഹല്ലേലൂയ. കുശവൻ്റെ വീടാണിത്. സ്തോത്രം, ഇതിൽ കയറിയവരെയൊക്കെ ദൈവം രൂപപ്പെടുത്തിയിട്ടുണ്ട്. വന്നതുപോലെ ആരെ ഇറക്കി വിടിയേല. കർത്താവിൻ്റെ കറങ്ങുന്ന ചക്രത്തിൽ നീ വന്നല്ലോ, നിൻ്റെ കുടുംബം വന്നല്ലോ, ദൈവം രൂപപ്പെടുത്തി പുറത്തു കൊണ്ടുവരാതിരിക്കുകയില്ല. സ്തോത്ര, ഹല്ലേലൂയ. ഇതിനൊക്കെ തടസ്സങ്ങൾ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ 4 മേഖലകൾ നമുക്ക് സ്തോത്രം, ഈ 4 ഒരു 4 വശങ്ങളുള്ളതുപോലെ തന്നെ നമുക്ക് സ്തോത്രം ഒരു ഭാഗമല്ല. ചിലർക്ക് ആത്മീകം മാത്രമേ ഉള്ളൂ, കുടുംബവും വേണ്ട, പിള്ളേരും വേണ്ട, ഒന്നും വേണ്ട. സ്തോത്രം, അങ്ങനെയുള്ളവരെ ദൈവമായ കർത്താവിൻ്റെ സന്നിധി സാക്ഷികളാക്കി നിർത്താൻ പറ്റില്ല. ഒരു വിചാരിച്ചേക്കാം ബാക്കിയെല്ലാം കളഞ്ഞിട്ടെന്ന് പറഞ്ഞു, ഇല്ല, 4ഉം വേണം. സ്തോത്ര, ഹല്ലേലൂയ. നമ്മൾ യെരൂശലേമിലും എത്തണം, റോമിലും എത്തണം, അക്കരയും എത്തണം, യെരിഹോവിലും എത്തണം. സ്തോത്രം, ഈ 4 മേഖലയിലും എത്തിപ്പിടിക്കണം. സ്തോത്ര, ഹല്ലേലൂയ. ഭൗതികത്തിന് മാത്രം ഓടി നമ്മൾ അക്കരെ എത്താതെ പോകരുത്, ആത്മീകത്തിൽ എത്താതെ പോകരുത്. ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് ഒരു ഭംഗവും വരുത്തരുത്. ഇന്ന് പകലിൽ വേറൊന്നും പറയുന്നില്ല, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒന്ന്, കർത്താവേ, ഈ രാജ്യത്ത് വന്നത് സ്തോത്ര, ഹല്ലേലൂയ, ഒരു ശുശ്രൂഷ കുറിച്ച് നാട്ടിലെങ്ങും ആരും 10 മിനിറ്റ് പ്രസംഗിക്കാൻ പോലും സമയം തരികയില്ല. അപ്പോൾ അന്നേരം ഇവിടെ വന്നാൽ കിട്ടുമെന്ന് ഓർത്ത് അതല്ല. ഇവിടെ വന്നത് സത്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നീ റോമിലെത്തണം. അതിൻ്റെ ഇടയിൽ കപ്പൽ തകരുന്നത് പോലെയോ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയോ എന്തൊക്കെ വിഷയങ്ങൾ നേരിട്ടാലും ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ സ്തോത്രം, ഒരു പലകയെ പിടിച്ചാണെങ്കിലും ദൈവം നിന്നെ അക്കരെ റോമിലെത്തിക്കും. അതിന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുന്നു, ഇവിടുത്തെ നിയമങ്ങളോ നിൻ്റെ കയ്യിലെ പണമോ ബാക്കി എന്തൊക്കെ വന്നാലും സ്വർഗം നിന്നെ അക്കരെ വെച്ച് പറഞ്ഞിട്ടാണ് റോമിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞതെങ്കിൽ സ്വർഗം അത് എത്തിച്ചിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. യെരൂശലേമിലേക്ക് എത്തുക എന്ന് പറയുന്നതിന് ആത്മീക ശുശ്രൂഷയുടെ തലമാണ്. അതിവിടെ വന്നതിന് ശേഷമാണ് തെളിയാൻ തുടങ്ങിയത്. ചിലപ്പോൾ നാട്ടിൽ വെച്ചതിന് അവസരം കിട്ടിക്കാണേൽ അങ്ങനെ തോന്നലുണ്ടായി കാണുകയല്ല. പക്ഷെ ദൈവം നിൻ്റെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം ചില പാത്രങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആലയ ഉപകരണങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റാരും പോയതുപോലെ അല്ല എസ്ര പോയത്. ഇത്ര വിലയേറിയ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. സ്തോത്ര, ഹല്ലേലൂയ. സെരുബ്ബാബേൽ പോയപ്പോൾ ഒരു ഉപവാസം പ്രഖ്യാപിച്ചില്ല. നെഹമ്യാവ് തൊട്ട് പുറകെ വന്നു. നെഹമ്യാവ് പാത്രം കൊണ്ടല്ല വന്നത്, നെഹമ്യാവ് മതിൽ പണിയാൻ വേണ്ടി വന്നതാണ്. സ്തോത്ര, ഹല്ലേലൂയ. 3 ടീമിന് 3 ഉത്തരവാദിത്തമാണ്. 1 ആലയം പണിയണം, 2 ആലയ ഉപകരണങ്ങളെ ആലയത്തിനകത്ത് കയറ്റണം, 3 പട്ടണത്തെ സുരക്ഷിതമായി മതിൽ കെട്ടണം. സ്തോത്രം, ഈ സഭയ്ക്കകത്ത് 3 സംഘങ്ങളുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. 3 സംഘങ്ങളുണ്ട്. ഒന്ന്, ദൈവസഭയെ കെട്ടിപ്പണിയുന്നവർ. സ്തോത്രം, അവർ കരയണം, പ്രാർത്ഥിക്കണം. കല്ലും മണ്ണും വെച്ചാണ് അന്ന് ആലയം പണിതത്. എന്നാൽ പുതിയ നിയമസഭ പണിയപ്പെടുന്നത് കല്ലും മണ്ണും വെച്ചല്ല, കണ്ണുനീരിലും പ്രാർത്ഥനയിലുമാണ്. ഹല്ലേലൂയ. പണി തീരാത്ത ഒരാലയമായിട്ട് ഇത് കിടക്കരുത്. ഈ രാജ്യത്ത് വന്നപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്ന സഭയാണ്. ഇതിൻ്റെ പുറകിൽ ചിലരുണ്ടാകണം സെരുബ്ബാബേലിൻ്റെ കൂടെ നിൽക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കെട്ടിടം പണിതിട്ടിട്ട് എത്രയോ സ്ഥലത്ത് എസ്രമാരില്ലാത്തത് കൊണ്ട്, ഇനി പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോളണം, എസ്രമാരില്ലാത്തത് കൊണ്ട്, സ്തോത്രം, ഭൗതികമായൊരാലയം എന്നല്ല, ഒരാലയം സെറ്റപ്പായി, പക്ഷെ ശൂന്യമായി കിടക്കുകയാണ്. അതിനകത്ത് വരണ്ടവരാരും വന്നില്ല. സ്തോത്ര, ഹല്ലേലൂയ. എത്തേണ്ടവരാരും എത്തിയില്ല. ഒരു ഹോള് പണിതതോ സ്തോത്രം അല്ലെങ്കിൽ പാഴ്സനേജ് പണിതോ അല്ല വിഷയം. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പാത്രങ്ങളകത്തെത്തണം. അതിന് എസ്രയുടെ സ്പിരിറ്റ് ഉള്ളവൻ ഇതിനകത്തുണ്ടാകണം. അവരുപവസിക്കേണ്ടവരും, അവർ കരയേണ്ടവരും. നെഹമ്യാവോ സെരുബ്ബാബേലോ ആത്മീകരല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവരെക്കാൾ ആത്മബോധം എസ്രയ്ക്കുണ്ടായിരുന്നു. സ്തോത്രം, അവരുടെ കയ്യിലിരിക്കുന്നത് വിലയേറിയതാണ്. സ്തോത്രം, ആത്മാക്കളെക്കാൾ വിലയേറിയത് ഈ ലോകത്തിൽ വേറൊന്നും ഇല്ലെന്നൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഞാനൊരു പാസ്റ്ററാണ്. സ്തോത്ര, ഹല്ലേലൂയ. എല്ലാ യോഗത്തിലും, പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ നിൽക്കുമ്പോഴൊക്കെയും സ്തോത്രം, ചിലപ്പോൾ ഞാൻ അസ്വസ്ഥനായിട്ടുണ്ട്.
ഞാനത് പറയുമ്പോൾ സ്തോത്രം നിങ്ങൾക്കെന്ത് വിചാരിക്കുമെന്ന് അറിയുകയില്ല. കാരണം 25 വർഷം കൊണ്ട് ഞാനൊരു സഭയുടെ പാസ്റ്ററായിരിക്കുക. ചിലരൊക്കെ വന്ന് സ്തോത്രം ശുശ്രൂഷിക്കുമ്പോൾ യാതൊരുവിധ എന്താ പറയുക, ഇരിക്കുന്ന ജനത്തെ ഞാൻ പറയുന്നത് സ്തോത്രം അവരോട് പറയേണ്ടതെന്നൊന്നുമല്ല. പക്ഷേ സ്തോത്രം ഇരിക്കുന്ന ജനത്തിന് വേണ്ടി രക്തം മുടക്കിയത് യേശുവാണെന്നുള്ള ബോധ്യമില്ലാതെ ശുശ്രൂഷിച്ചാൽ അത് ഫലിക്കുകയില്ല. സ്തോത്രം. എസ്രയുടെ കയ്യിലിരിക്കുന്ന പാത്രങ്ങൾ ദൈവാലയത്തിനകത്തിരിക്കേണ്ടതാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് വഴിത്തലയ്ക്കൽ അതിനെ തട്ടിയെടുക്കാൻ നിൽക്കുന്ന ഒരു സ്തോത്രം പതിയിരിപ്പുകാരൻ്റെ കയ്യിൽ പെടാതെ അവരെ എത്തേണ്ടിടത്തെത്തിക്കാൻ ഉത്തരവാദിത്വമുള്ളവൻ അധികം കരയേണ്ടി വരും. അവൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. ആരും അറിയാതെ ഉപവസിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ സഭയ്ക്കകത്ത് അങ്ങനെ ഒരു ടീമുണ്ടായിരിക്കണം. ആത്മാക്കളെ സഭയിൽ കൊണ്ടുവരുന്നവർ. ബാബിലോണിൽ കിടക്കുന്നവനെ ദൈവസന്നിധിയിൽ അവകാശമായി ദൈവം കണ്ടുവച്ചിരിക്കുന്നവരെ അതിനെ കെട്ടുപൊട്ടിച്ച് കയ്യിൽ തരാൻ ദൈവം വിശ്വസ്തന. കളയാതെ ആലയത്തിലെത്തിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തത് സ്തോത്രം നെഹമ്യാവ്. സ്തോത്രം. നെഹമ്യാവ് ആലയത്തിൻ്റെ അകത്തേക്കൊന്നും ചെയ്തില്ല. അദ്ദേഹം സ്തോത്രം പോരുന്ന വഴിക്കൊന്നും കൊണ്ടുവന്നില്ല. അദ്ദേഹം ആലയമിരിക്കുന്ന പട്ടണത്തിന് ചുറ്റും മതിൽ കെട്ടി. കാരണം ഇതിനകത്തൊരുത്തനും കയറരുത്. ഇങ്ങനൊരു 3 കൂട്ടരെ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് അഭിഷേകം ചെയ്യാൻ പോവാ. സ്തോത്രം. ഹല്ലേലൂയ. ഇതിലൊന്നിലും പെടാതെ എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞവരുടെ യോഗം ഒരു 12:30 കഴിഞ്ഞതാ. നിങ്ങൾ വെറുതെ 1:45 വരെ ഇരുന്നു. സ്തോത്രം. നിങ്ങൾക്ക് അന്നേരേ പോകായിരുന്നു. സ്തോത്രം. പക്ഷെ ഈ 3 ടീമിൽ ഏതിലെങ്കിലും ഒന്നിൽ ഇന്ന് പെടുത്തിയേ ദൈവം തന്നെ വിടുകയുള്ളൂ. അതിൻ്റെ ആത്മഭാരം ദൈവമായ കർത്താവ് നമുക്ക് തരും. സ്വർഗമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ചിലരെ എസ്രയെ പോലെ, ചിലരെ നെഹമ്യാവിനെ പോലെ, ചിലരെ സെരുബ്ബാബേലിനെ പോലെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ പ്രാർത്ഥനാ സമയം അസ്വസ്ഥരാകരുതാരും. കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിൽ വെച്ച് എല്ലാവരും ഒന്ന് ആദ്യം പ്രാർത്ഥിച്ച്, മക്കളെല്ലാം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ കളയരുത്. അതിലൊക്കെ ഒറ്റയ്ക്ക് ഒരു കറങ്ങി നടക്കുമെങ്കിൽ നടന്നോട്ടെ, അടച്ചിട്ടിരിക്കുകയല്ല. അതല്ല, നിങ്ങൾ കയ്യിരിക്കുമ്പോൾ അസ്വസ്ഥരാകാതെ എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ സമയത്ത് എൻ്റെ മേൽ ഞറുക്കു വീഴുന്ന സമയമാണ്. ഈ നാട്ടിൽ വരുന്നതിനേക്കാൾ മുമ്പ് ഞാനൊരു സഭയുടെ ഭാഗമായിരുന്നു. എൻ്റെ അപ്പൻ പാസ്റ്ററായിരുന്നു. സ്തോത്രം. ഞാൻ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ നാട്ടിൽ വെച്ച് എൻ്റെ സഭയിൽ അനേക പ്രാവശ്യം പോയിട്ടും എനിക്ക് അന്ന് വരെ തോന്നിയിട്ടില്ല ഞാൻ ഈ സഭയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണെന്ന്. വരും, പ്രാർത്ഥിക്കും, അപ്പ തന്നുവിടുന്ന സ്തോത്ര കാഴ്ചയിടും, യോഗം കഴിയും, ചിലപ്പോൾ ചിലരോട് മിണ്ടുമില്ല പോകുമായിരുന്നു. പക്ഷേ ഈ രാജ്യത്ത് വന്നപ്പോൾ എൻ്റെ കർത്താവ് നിങ്ങൾക്കൊരു അസാധാരണ ആത്മഭാരം തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കണ്ണു നിറഞ്ഞ് പറയുക, അപ്പാ, ഞാൻ ഈ വഴി വരുമെന്ന് വിചാരിച്ചതല്ല. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വരുമെന്നല്ല, ഒരിക്കൽ പോലും ഒരു മുൻപന്തിയിൽ വരേണ്ടവനല്ലായിരുന്നു. എന്റെ സഭയിലെ ആശീർവാദത്തിന് മുമ്പേ ഞാൻ പുറത്തു ചാടാൻ വെമ്പൽ കൊണ്ടവനായിരുന്നു. ഇന്ന് ദൈവം എന്നെ അനുവദിക്കുന്നില്ലത്. ഈ പകൽക്കാലം കേട്ട ആലോചനയുടെ ഭാഗമായി ഞാൻ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. സഹോദരന്മാരും സഹോദരിമാരും, പ്രത്യേകിച്ച് സഹോദരിമാരായ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഏതെങ്കിലും വിധത്തിൽ ദൈവം ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന എൻ്റെ പരമാവധി പ്രോത്സാഹനം അദ്ദേഹത്തിന് കൊടുത്തേക്കണം. അതിനേക്കാൾ ഭാഗ്യം വേറൊന്നുമില്ല. കർത്താവിൻ്റെ ആത്മാവിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പാ, എന്നോട് പറ, ഞാൻ കാട് വെട്ടിത്തെളിക്കുന്നത് പോലെ എതിരാളികൾ തിങ്ങി നിൽക്കുന്ന ഈ സ്ഥലത്ത് സെരുബ്ബാബേലിനെ പോലെ ആദ്യം ഞാൻ വരാം. സഭ പണിയപ്പെടാൻ അങ്ങ് പറയുന്നത് ഞാൻ ചെയ്യാം. എനിക്കതിന്റെ ജ്ഞാനം തന്നാ മതി. അതല്ലെങ്കിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക.
ആത്മാക്കളെ സഭയിൽ, എന്താണെങ്കിലും ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് വരെ വന്നതിനേക്കാൾ വ്യത്യസ്തരായ പൊൻപാത്രങ്ങൾ സഭയിൽ വരും. അതാര് കൂട്ടിക്കൊണ്ടുവരുമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ദൈവത്തോട് പറ, കർത്താവേ എനിക്കറിയില്ല പറയാനൊന്നും, പക്ഷെ ഞാൻ എൻ്റെ വണ്ടി ഓടിക്കണോ, ഞാൻ എത്ര കിലോമീറ്റർ പോണോ, ഞാൻ ചെയ്യാൻ കർത്താവേ. എസ്രയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഉപവസിക്കേണ്ടി വരും, കരയേണ്ടി വരും. പതിയിരിപ്പാർ നിങ്ങൾക്കെതിരെ ഉണ്ടാകും, പക്ഷെ പേടിക്കരുത്. നിന്റെ തലമുടിയെ പോലും തൊടാൻ ദൈവം സമ്മതിക്കുകയല്ല. കാരണം നീ ആത്മാക്കളെ സൂക്ഷിക്കുന്നവനാണ്, ഉള്ളം കയ്യിൽ താങ്ങുന്നവനാണ്, താഴെ വെക്കാത്തവനാണ്. വിലയേറിയത് നിന്റെ കയ്യിൽ ദൈവം തരും. മൂന്നാമത്, ഇതെല്ലാം കഴിയുമ്പോൾ ഈ കോട്ടയ്ക്കകത്തൊരുത്തിനും കയറാതിരിക്കാൻ യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സഭയ്ക്ക് മതില് കെട്ടാൻ, ദേശത്തിന് മതില് കെട്ടാൻ നീ ഒരു നെഹമ്യാവിനെ പോലെയാകാൻ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറ, ഞാനല്ലല്ലോ അപ്പ തീരുമാനിക്കുന്നത്. കുറെ കാലം എൻ്റെ കറക്കം തുടർന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്തോ ശകുനപ്പഴയുണ്ട്, ഞാൻ ഒരു കാലത്തും ഈ കറക്കം തീരുമെന്നില്ല. ഇല്ല, ഇന്ന് ദൈവം പറഞ്ഞു അധികം താമസിക്കില്ല മോനെ, ഞാൻ എൻ്റെ ബലമുള്ള കരം കൊണ്ട് നിന്നെ ഞെക്കുന്നത് നിന്നെ മറ്റുള്ളവരുടെ നടുവിൽ മൂല്യമുള്ളവനാക്കി മാറ്റാനാണ്. വെറും മണ്ണായ നിന്നെ കൊട്ടാരത്തിനകത്തിരിക്കുന്ന പാത്രമാക്കി മാറ്റാൻ അതിന് ദൈവമായ കർത്താവ് പദ്ധതി ഇട്ട് കഴിഞ്ഞു. നിറഞ്ഞ കണ്ണുകളോട് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കും. എത്തേണ്ടിടത്ത് എത്താതെ പോകരുത്. കൊടുങ്കാറ്റുണ്ട്, തിരമാലയുണ്ട്, ശരിമനാഥൻ കൂടെയുണ്ടെങ്കിൽ നീ അക്കരെ എത്തും. ചെല്ലേണ്ടിടത്ത് ചെല്ലും. നീ ആരാന്ന് തിരിച്ചറിയും. എരിഹോ ഒരു വിടുതൽ നടക്കേണ്ട സ്ഥലമാണ്. നിന്നെ കർത്താവ് ഒരു അഭിഷേകവുമായിട്ട് അവിടെ വിടും. വഴിത്തലക്കൽ കരയുന്നവനെ നീ പിടിച്ച് ദൈവത്തിന്റെ കൃപ കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്ന മിറാക്കിൾ മിനിസ്ട്രി നിന്റെ മേൽ കിടക്കുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് നീ എത്തണം. എത്താതിരിക്കാൻ മതില് കെട്ടും, എത്താതിരിക്കാൻ വെല്ലുവിളിക്കും, എത്താതിരിക്കാൻ കൊടി പിടിക്കും. പക്ഷേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നീ ചിലരെ കൈപിടിച്ച് പൊക്കിക്കൊണ്ടുവന്ന് സാക്ഷിയാക്കണം. നിന്റെ കാര്യം നടക്കണം. നീ റോമിലെത്തണം. ഇതെല്ലാം ദൈവം കരുതും. 4 മേഖലകളെ ഓപ്പൺ ചെയ്യാൻ പോവാ. 3 തരം ശുശ്രൂഷകൾ ദൈവമായ കർത്താവ് ഇവിടെ പകരാൻ പോവാ. ദൈവത്തോട് പ്രാർത്ഥിച്ചോ, കർത്താവ് ചെയ്യാൻ പോവാ. എല്ലാവരും സ്തോത്രം ചെയ്തു. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞു. പിള്ളേരുടെ കൂടെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന അപ്പനമ്മമാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരെല്ലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു വിട്ടതാണ്. ഇവിടെ എൻ്റെ കർത്താവിന്റെ കയ്യിൽ ഈ പറഞ്ഞതുപോലെ ആയിത്തീരാൻ. ഹല്ലേലൂയ. നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ ഓരോ പ്രാർത്ഥനയിലും കണ്ണുനീരോടെ ഉപവാസമെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച അപ്പനമ്മമാരാണ് നിങ്ങൾ. നിങ്ങൾ ഇവിടെ വന്ന് കാണണം. അവര് യെരിഹോവിലെത്തിയത്, അവരക്കരെ എത്തിയത്, യെരൂശലേമിലെത്തിയത്, റോമയിലെത്തിയത്. 4 മേഖലകൾ എഴുതി വെച്ച് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചോളണം. സ്വർഗം നിങ്ങളെ അവിടെ എത്തിക്കും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കണ്ണുനീരോടെ ഈ ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണപ്പാ. വിചാരിക്കാത്ത വഴിയിലൂടെ ദൂതിനെ നയിച്ച ദൈവമേ, ഇന്ന് പകലിലും ദൈവം ഇടപെട്ടതിന് നന്ദി. വളരെ ഷാർപ്പായി ജനത്തിന്റെ ഹൃദയത്തിൽ അത് കയറട്ടെ. ഇവരെല്ലാം ആ വിധത്തിൽ ഉപയോഗിക്കട്ടെ. പകലത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ജനത്തെ അനുഗ്രഹിക്കണം. 3 തരത്തിലെ ശുശ്രൂഷകൾ സഭയ്ക്ക് കിട്ടാൻ പോകുകയാണ്. ഞാനത് ആത്മാവിൽ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ മക്കളോടത് പറഞ്ഞു. ചിലർക്ക് സെരുബാബേലിനെ പോലെ, ചിലർക്ക് എസ്രയെ പോലെ, ചിലർക്ക് നെഹമ്യാവിനെ പോലെ. ഈ 3 മണ്ഡലങ്ങളിൽ പെടാത്ത ആരും ഈ സഭയ്ക്കകത്തുണ്ടാകരുത്. കാഴ്ചക്കാരാകാൻ ആരെയും സമ്മതിക്കരുത്. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ നാമത്തിൽ ഇവർക്ക് നേരെ കരം നീട്ടി ഈ 3 ടീമുകളെ ഞാനിവിടെ സജീവമാക്കുക. സഭ ഈ പട്ടണത്തിൽ സജീവമാകട്ടെ. 4 മേഖലയിൽ ഇവരെത്തിച്ചേരണം കർത്താവേ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ചേർന്ന് ദൈവത്തിന് സന്തോഷത്തോടെ മഹത്വം കൊടുത്തട്ടെ എല്ലാവരും കൂടെ.